ഞാൻ ഇന്നലെ അയാൾക്ക് ഇവിടത്തേക്കുള്ള മാപ്പ് അയച്ചു കൊടുത്തിട്ട് അയാൾ വാട്സപ്പ് കണ്ടിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു 24 മണിക്കൂറായി അയാൾ വാട്സപ്പ് നോക്കി. ടൈം പാസ് എന്താണ്? ഫൈൻ. അതിനിടയിൽ ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഫോൺ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു പാർട്ടിക്കാരനോടാണ് പറയുന്നത്, 3 നല്ല വാക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട് ഇന്നലെ ഡോക്ടർ TPSന്റെ പ്രഭാഷണത്തിൽ നിന്ന്. അത് ഞാൻ അങ്ങോട്ട് പറയും നിങ്ങളുടെ നിന്ന്. ഈ പ്രഭാഷണത്തിൽ കേൾക്കുന്നതൊക്കെ എഴുതി വെക്കും അത്രയാണ്. എന്നിട്ട് എവിടെ ഉപയോഗിക്കണമെന്ന് കറക്റ്റായിട്ട് അറിയാം. ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും, ഹിന്ദി നന്നായിട്ട് സംസാരിക്കും. ഗോട്ട് ഇറ്റ്. ഇന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ബില്ല് കൊടുക്കാൻ സമ്മതിച്ചില്ല. അയാൾ കൊടുത്തു. കാരണം അയാൾ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പറാണ്, എന്നെ ക്ഷണിച്ചു വരുത്തിയ ഡ്രൈവറല്ല. മനസ്സിലാവുണ്ടോ മാറ്റം? അപ്പം നമ്മുടെ പൊസിഷൻ നമ്മൾ എന്ത് പണിയെടുക്കുന്നു എന്നുള്ളതല്ല. നമ്മുടെ പൊസിഷൻ നമ്മൾ എന്ത് നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നു എന്നുള്ളത്. ഗോട്ട് ഇറ്റ്. ഭാഷണത്തിലും ചോദ്യത്തിലും സംസാരത്തിലും ഒക്കെ നമ്മുടെ സ്റ്റാറ്റസ് കൂടും. അതെങ്ങനെയാണ് ഈ മോന് കൂടുക? അവനോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസിലേക്ക് അവനെ കൊണ്ടുവരാനാണ് നോക്കേണ്ടത്. നമ്മൾ പിള്ളേരോട് എന്താ പറയുക എപ്പോഴും? ചെറുതായിട്ട് അവരോട് പെരുമാറും അല്ലേ? കുട്ടികളോട് കൊഞ്ചിട്ടല്ലേ വർത്താനം പറയാം. എന്തിനാ നമ്മൾ കൊഞ്ചിട്ട് കുട്ടികളോട് വർത്താനം പറയണേ? കുട്ടികൾ നമ്മളെ പോലെ പറയല്ലേ വേണ്ടത്? അങ്ങനെയാണ് വേണ്ടത്. കുട്ടികൾ കൊഞ്ചിട്ട് പറയണേ, നമ്മളും കൊഞ്ചിട്ട് പറയണം. യു അണ്ടർസ്റ്റുഡ്? യു ഹാവ് ടു ലിഫ്റ്റ് ദം അപ്പ്. ആ ചോദ്യങ്ങളിലൊക്കെ നിങ്ങളുടെ സ്റ്റാറ്റസ് മനസ്സിലാവും. നല്ല ചോദ്യങ്ങളുണ്ട്. എന്തിനാ ചോദ്യം എഴുതുന്നത്? ഓരോ ചെറു വസ്തുവിലും വിരൽ തൊട്ടങ്ങ് ചോദിക്കൂ. എന്താ ചോദിക്കണ്ടേ? എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്? എന്താ ചോദ്യങ്ങൾ ഉണ്ടാവുക സാധാരണ? WWWH. Where, when, why, what, how. ഇതാണ് ചോദ്യം. ഓക്കെ, സോ കീപ് തിങ്കിങ്. സ്റ്റാർട്ട് റൈറ്റിംഗ്. 5 എന്ന് പറഞ്ഞാൽ 5, 10 എന്ന് പറഞ്ഞാൽ 10 ആവണമെന്നില്ല. ഒരു ചോദ്യം എക്സ്ക്ലൂസീവ്ലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് ധൈര്യത്തിൽ ചോദിക്കാൻ പറ്റുന്ന ഉടനെ ചോദിക്കാം. ആദ്യം ചോദിക്കുന്ന ആൾക്കാണ് നല്ലത്, കാരണം ആ ചോദ്യം വേറെ ആൾ ചോദിക്കില്ല. അതുകൊണ്ട് എഴുതുന്നവർ എഴുതിക്കോട്ടെ, ചോദ്യം ചോദിക്കാം ആദ്യം ഫസ്റ്റ്. എല്ലാത്തിനും മലയാളത്തിൽ ഉത്തരവ്. ആരെങ്കിലും പറയും, സാറല്ല ഡോക്ടർ TPS. How speedy we can study something. Study means understand something. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ബുദ്ധി, മറ്റൊന്ന് എന്താണ്? അറിവാണ്. ഇത് എഴുതണം, അപ്പോൾ എഴുതണം. നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കായിരിക്കും, പക്ഷെ അത് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മനസ്സിലായി? അപ്പോൾ ആ പറയുന്ന വാക്കിന് ടെക്നിക്കൽ ടേംസ് എന്നാണ് പറയാം. അപ്പം ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളാണ്. എന്താണ്? ബുദ്ധി, അറിവ്. നിങ്ങൾ കേട്ടുവിടും, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഈ 2 വാക്ക് ഓർമ്മയുണ്ടാവില്ല. അത് ഓർമ്മയില്ലെങ്കിൽ എന്ത് പറ്റും? എന്താ പറഞ്ഞതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ആരോട്. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? അപ്പോൾ എഴുതുമ്പോൾ ഇപ്പോൾ പഠിച്ചില്ലേ? ഇപ്പോൾ ചോദ്യം എന്തായിരുന്നു? How speedy we can understand something. അത് എഴുതിയാൽ മനസ്സിലായി, കേട്ടാൽ ധരിക്കും. ആ ധാരണ തെറ്റാണ് പലപ്പോഴും. ധാരണയല്ല വേണ്ടത്, അറിവാണ്. ആ അറിവ് വേണമെങ്കിൽ ബുദ്ധി. എന്താണ് ബുദ്ധി? ഏത് കാര്യവും കേട്ടാൽ ഉടനെ പിടിച്ചെടുക്കാനുള്ള കഴിവ് ബുദ്ധിയാണ്. സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് ബുദ്ധിയാണ്. ഓക്കെ, അത് ഇഷ്ടം വേണമെങ്കിൽ മനസ്സ് നന്നാണ്. മനസ്സുണ്ടായാലേ അല്ലേ? ഇഷ്ടം എവിടെ ഉണ്ടാവുക? ബുദ്ധിയില്ല, മനസ്സിലാണ്. അപ്പോൾ പഠിക്കുന്നത് ബുദ്ധിയിലാക്കണോ മനസ്സിലാക്കണോ? നമ്മൾ സാധാരണ പറയല്ല. ബുദ്ധിയിലാക്കിയാൽ കുറേ കാലം റിട്ടേൺ ചെയ്യും. മനസ്സിലാക്കിയാൽ ഇഷ്ടപ്പെട്ടിട്ട് അപ്പം എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഗോട്ട് ഇറ്റ്? അമ്മയുടെ പേര് നമ്മൾ എഴുതി പഠിച്ചതാ? നമ്മൾ വിളിച്ച് പഠിച്ചതാ? അല്ല. എങ്ങനെയാണ് പഠിച്ചത്? കേട്ട് പഠിച്ചതാ. ഏതോ ഒരു മോനോട് ചോദിച്ചു നിന്റെ പേരെന്താണ്? അപ്പോൾ പറഞ്ഞു നോ പ്രദീപ്. നോ പ്രദീപ്. അങ്ങനെ വീട്ടിൽ സ്ഥിരം പറയാം.
എന്ത് ചെയ്യുമ്പോഴെന്ന് പറയും നോ പ്രദീപ്. ഇത് കേട്ട് കേട്ട് അവൻ്റെ വിചാരം എന്താ, അവൻ്റെ പേരെന്നെ എന്താണ്, നോ പ്രദീപ് അല്ലേ? ഏതോ ഒരു പയ്യൻ നമ്മുടെ മലബാറിലൊക്കെ ദേഷ്യം വരുമ്പോൾ വിളിക്കുന്നൊരു വാക്കുണ്ട്, എന്താ അറിയാം, പണ്ടാരക്കാലം. നല്ല ദേഷ്യമാണ്. അവൻ്റെ പേര് ചോദിച്ചപ്പോൾ പണ്ടാരക്കാലം. എന്താ വീട്ടിൽ സ്ഥിരത വിളിക്കണേ? അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പേര് പറഞ്ഞാലോ, അമ്മ അച്ഛനെ വിളിക്കുന്നു, അച്ഛൻ അമ്മയെ വിളിക്കുന്നു പറയേണ്ടി വരും. കേട്ട് പഠിക്കുന്നതല്ല. എന്താണോ നമ്മൾ ബാക്കിയുള്ളവരുടെ അടുത്ത് റെഫർ ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ പേരായിട്ട് പറയാം, അല്ലേ? റെഫർ ചെയ്യേണ്ടത് നമുക്ക് വേണ്ടിയിട്ടല്ല, വേറൊരാൾക്ക് വേണ്ടിയിട്ട് പറയുന്നതാണല്ലോ. നമുക്ക് നമ്മുടെ പേരൊന്നും ആവശ്യം. ഗോട്ട് ഇറ്റ്? ഇപ്പോൾ പല സ്കൂളിലും പോയിട്ട് ടീച്ചേഴ്സിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ മാത്സ് മാഷ് എന്നാണ്. അയാളുടെ പേരെന്താ അതൊന്നും എനിക്കറിയില്ല. പ്രിൻസിപ്പൽമാരുടെ പേരറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അതന്നെ പറഞ്ഞത്. എന്താ കാരണം? നിങ്ങൾ അവരെ അഡ്രസ്സ് ചെയ്യുന്നത് മാഡം, അല്ലേ? അവരുടെ ഐഡന്റിറ്റി മറന്നില്ല നിങ്ങൾ. അത് പാടില്ല. എല്ലാവരും സാർ 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 എന്ന് വിളിക്കും. എന്നിട്ട് ആരാ അവൻ്റെ പേര്? ഏതോ ഒരു സാറുണ്ടായിരുന്നു, അത് നരച്ചൊരു മനുഷ്യൻ. അതിന് പകരം ഡോക്ടർ TPS എന്ന് വിളിച്ചാലോ മറക്കുമോ? സോ യു ഷുഡ് കീപ് യുവർ ഐഡന്റിറ്റി. അതാണ് നമ്മുടെ ഡിഗ്നിറ്റി. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ് പഠിക്കാനുള്ള മാർഗം. അടുത്ത മാർഗ്ഗം പറഞ്ഞു തരുന്നത് റിപ്പീറ്റ് ചെയ്യണം. നമ്മുടെ രാജ്യം ഏതാ? ഇന്ത്യ. നമ്മൾ എഴുതി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, കുറേ പ്രാവശ്യം കേട്ടിട്ട് ഇല്ലേ? ഈ നാട്ടിൻ്റെ പേരെന്താ? ട്രിവാൻഡ്രമല്ല, അത് പണ്ട് ബ്രിട്ടീഷുകാർ. തിരു അനന്തപുരം. അനന്തൻ ആരാ? അനന്തൻ പത്മനാഭനല്ല, അനന്തൻ അനന്തൻ തന്നെയാണ്. അനന്തൻ തന്നെയാണ്. പത്മനാഭൻ, ജനാർദ്ദനൻ, വ്യത്യസ്ത പേരുകളുണ്ട്. ഓരോ പേരിനും അർത്ഥമുണ്ട്, ആണോ അല്ലയോ? അപ്പോൾ അനന്തൻ ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അനന്തൻ അനന്തനാണ്. ഇനി വേറെ പേര് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ജനാർദ്ദൻ ആരാ? ജനാർദ്ദനാണ്. അനന്തൻ ആരാ? അനന്തനാണ്. തിരു എന്ന് പറഞ്ഞാൽ എന്താ? റെസ്പെക്റ്റ് വെച്ചിട്ട് തമിഴ്നാട് പറയുന്നതാണ് തിരു. തിരുവള്ളുവർ, തിരുവെങ്കടാചലം. തിരു എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രീ എന്ന് പറയുന്ന പോലെ. അപ്പം തിരു അനന്ത, അദ്ദേഹത്തിന് കുറച്ചും കൂടി റെസ്പെക്റ്റ് കൊടുക്കും. പുരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പട്ടണം. അനന്തൻ്റെ പട്ടണമാണ് തിരു അനന്തപുരം. ഓട്ടെ, ഇങ്ങനെ വാക്കുകൾ പഠിക്കണം. പഠിച്ചാൽ പിന്നെ മറക്കുമോ? വെറുതെ കേട്ട് കഴിഞ്ഞാൽ മറന്നുപോകും. അത് വിഘടിച്ച് പണ്ടൊക്കെ അങ്ങനെ ചെയ്യാം. മലയാളം പഠിക്കുന്നവർ കഷ്ടങ്ങളാക്കിയിട്ട് പഠിക്കും, അല്ലേ? കവിതകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒറ്റ വായനയിൽ വായിക്കില്ല, കട്ട് ചെയ്ത് പഠിക്കും. അങ്ങനെ പഠിക്കും. അതാണ് വേറൊരു മാർഗം. ഇനി ഈ പഠിച്ചത് എന്ത് ചെയ്യണം? വേറെ ആരോടെങ്കിലും ഒന്ന് പറയാം. ഇത് പഠിച്ചോന്ന് ഉറപ്പുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ഞാൻ ഇപ്പം പറഞ്ഞില്ലേ, അത് അടുത്തിരിക്കുന്നവരോടൊന്ന് പറയും ഞാൻ എന്താ പറഞ്ഞത്. അടുത്ത് എങ്ങനെയാണ് തിരുവനന്തപുരം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ഞാൻ ചെയ്ത പോലെ. അടുത്ത ആളോട് പറയുന്നുണ്ട്. യു കീപ് ടോക്കിംഗ് ടു സംബഡി എൽസ്. പഠിച്ചില്ലേ? അപ്പൊ ഏറ്റവും നല്ല മാർഗം എന്താ പഠിക്കാൻ? ഷെയർ ഇറ്റ് ടു സംബഡി എൽസ്, ടീച്ച് സമ്മൺ എൽസ്. നമ്മൾ പഠിച്ച കാര്യം, അറിഞ്ഞ കാര്യം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ അത് അറിവായി. ഷെയർ ചെയ്യാം, എല്ലാ അറിവും ഷെയർ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഇനി ബൈ ചാൻസ് നമ്മൾ പറയുന്നത് തെറ്റാന്ന് വിചാരിക്കും. അപ്പോൾ അടുത്ത ആൾ എന്ത് ചെയ്യും? കറക്റ്റ് ചെയ്യും. ഓക്കെ, ആരും എഴുതരുത്. പേന കയ്യിൽ താഴ്ത്ത് വെക്കുക. 10 വിരലുണ്ടല്ലോ, ആ 10 വിരലും ഇങ്ങനെ പിടിക്കാം. ഫൈൻ. ഞാൻ എൻ്റെ ടെലിഫോൺ നമ്പർ പറഞ്ഞു തരും. ആദ്യത്തെ 3 നമ്പർ പറയും, പിന്നെ 2 നമ്പർ പറയും. ആ 3 നമ്പർ ശബ്ദം ഉണ്ടാക്കാതെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്യണം. പിന്നെ 2 നമ്പർ, അപ്പോൾ 5 നമ്പർ റിപ്പീറ്റ് ചെയ്യാം. പിന്നെ 2 നമ്പർ പറയും, അപ്പോൾ 7 നമ്പർ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. പിന്നെ 3 നമ്പർ പറയും, അപ്പോൾ 10 നമ്പർ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ഒരു പ്രാവശ്യമേ പറയുള്ളൂ,
ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ സമയം തരുള്ളൂ. അത് കഴിഞ്ഞ് ഉടനെ ഞാൻ ചോദിക്കും, എല്ലാവരോടും ചോദിക്കും. അപ്പോൾ അത് പറയണം. റെഡിയാണോ? യെസ്. 950 മനസ്സിൽ റിപ്പീറ്റ് ചെയ്തില്ലേ? 20 5 നമ്പർ റിപ്പീറ്റ്. 388 75. ഇപ്പൊ പഠിച്ചു നിങ്ങൾ, പക്ഷെ ഒരു ഡൗട്ട് ഉണ്ട്, ഉണ്ടാവില്ലയോ? അടുത്തിരിക്കുന്ന ആളൊന്ന് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ഡൗട്ട് മാറിയില്ലേ? ഡൗട്ട് മാറിയോ ഇല്ലയോ? ഇത്ര എളുപ്പമാണ് പഠിക്കാൻ നോക്കും. യെസ് ഓർ നോ? ഒന്ന് പറയൂ, ഏതാ നമ്പർ? നിങ്ങൾ വിചാരിച്ചു 10 നമ്പർ ഇങ്ങനെ പഠിക്കാൻ പറ്റും? ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുക. ഫാസ്റ്റായിട്ട് 10 പ്രാവശ്യം കേട്ടാലും ഓർമ്മ വരില്ല. ഞാൻ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യണം. പക്ഷെ റിപ്പീറ്റ് ചെയ്താലും ചില കാര്യം ഓർമ്മ വരില്ല. എന്ത് ചെയ്യണം? പതുക്കെ പതുക്കെ മെമ്മറൈസ് ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും ഷെയർ ചെയ്യാം. ഫൈൻ. ഇങ്ങനെ വ്യത്യസ്തമായ തരത്തിലാണ് പഠനം. നാനേസ് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ്. എൻ്റെ ഒരു ബുക്കുണ്ട്. ഒരു ബുക്കിൻ്റെ പേര് അഡാപ്റ്റീവ് ലേണിംഗ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അഡാപ്റ്റീവ് ലേണിംഗ് ബുക്ക് എഴുതുകയാണ് ഞാൻ. 2006-7 6 എഴുതിയത്, 7 പബ്ലിഷ് ചെയ്തു. അഡാപ്റ്റീവ് എഴുതിയോ അത് ആ വാക്ക്? അല്ലെങ്കിൽ മറന്നു പോകും. ഞാനതാ പറഞ്ഞു, അപ്പം എഴുതണം. അല്ലെങ്കിൽ എന്തോ ഒരു ബുക്ക് പറഞ്ഞു, അതിൻ്റെ പേരെന്താ മറന്നു പോകും. അഡാപ്റ്റീവ് ലേണിംഗ്. ഓക്കെ. അപ്പം നമ്മൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും അഡാപ്റ്റ് ചെയ്തിട്ട് പഠിക്കണം. കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന പോലെ ആവണമെന്നല്ല, അമ്മക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ ലെവലിൽ നമ്മൾ പോകണം. അപ്പം ഞാൻ ഒരു സ്കൂട്ടർ റിപ്പയർ ചെയ്യാൻ പഠിപ്പിക്കുന്നു. എങ്ങനെ പഠിപ്പിക്കണം? ആദ്യം ഇന്ന് നെറ്റ് അഴിക്കും, അതവിടെ വെക്കും, അടുത്തത് അഴിക്കും. അങ്ങനെയാണ് മാനുവൽ ഉണ്ടാക്കുക, അല്ലേ? അത് പഠിപ്പിക്കുകയാണ്, പക്ഷെ മാനുവൽ വെച്ചിട്ടാണ് പഠിപ്പിക്കണം. ക്രമത്തിലാണ് പഠിപ്പിക്കണം. മാത്തമാറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ എന്താ ചെയ്യുക? ചോദ്യം ബോർഡിൽ എഴുതിയിട്ട് ഇതെങ്ങനെ സോൾവ് ചെയ്യും എന്ന് ചോദിച്ചിട്ട് മാഷ് കുറച്ച് നിൽക്കും. എന്തിനാ? നിങ്ങളോട് ചിന്തിക്കാൻ വേണ്ടിയില്ല. ഹിസ്റ്ററിയോ? അക്ബർ എവിടെയാണ് ഭരിച്ചത് നിങ്ങൾക്ക് ആലോചിക്കുമെന്ന് പറഞ്ഞിട്ട് സമയം തരുമോ? ഇല്ല. അതങ്ങോട്ട് പറയും. അതിന് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈലാണ്. രാമൻ്റെ കഥ പറഞ്ഞിട്ട് അവസാനം പറയും ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞൊരു തത്വം പറയും. അത് ഡിഡക്റ്റീവ് സ്റ്റൈലാണ്. എന്തിനാ പറയുന്നത്? ഒരു തത്വം മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി ഒരു കഥ പറയും. രാജാക്കന്മാരുടെ ഭരണം പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഹിസ്റ്ററി എന്തിനാ? നിങ്ങൾക്ക് മിസ്റ്ററി അല്ലാണ്ടിരിക്കാം. ഓട്ടെ. അല്ലെങ്കിൽ നമുക്ക് മിസ്റ്ററി ആയിട്ട് അയ്യോ ഇതെന്തപ്പോൾ നടന്നതാണ്. ഫൈൻ. അപ്പോൾ ഓരോന്നിനും വ്യത്യസ്ത ഭാവമാണ്. എങ്ങനെയാണ് പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാത്സ് പഠിക്കുന്നത് പോലെയല്ല സ്കൂട്ടർ റിപ്പയർ ചെയ്യാൻ പഠിക്കും. മാത്സ് ഡിസ്കവറി സ്റ്റൈലാണ്. മനസ്സിലായോ? സ്കൂട്ടർ റിപ്പയർ ചെയ്യാൻ പഠിക്കുന്നതോ അപ്പറൻറ്റ് സ്റ്റൈൽ എന്നാണ്. ഒരാൾ പറഞ്ഞ് ബാക്കിയുള്ള ഒരു സ്റ്റെപ്പായിട്ട് ചെയ്യാവും. കാരണം ഡിസ്കവറി സ്റ്റൈലിൽ സ്കൂട്ടർ റിപ്പയർ ചെയ്യാൻ പറ്റും. എല്ലാ സാധനവും അടിച്ചു വെക്കും, ഇല്ലേ? അങ്ങനെ പറ്റുമോ? അപ്പോൾ ഓരോന്നിനും വ്യത്യസ്ത തരത്തിലാണ് പഠിക്കാൻ. അപ്പോൾ കവിത പഠിക്കുമ്പോൾ എങ്ങനെ വേണം? അർത്ഥം മനസ്സിലാക്കി, സംഭവം മനസ്സിലാക്കി, എവിടെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ഏതാ ആദ്യം പഠിച്ചത്? മോള് ചെറിയ കുട്ടിയാകുമ്പോൾ പഠിച്ചത്? ഇപ്പോഴും ചെറിയ കുട്ടിയാണ്. ഏതാ ഒരു നഴ്സറി റൈം ഏതാ പഠിച്ചത്? എല്ലാവർക്കും ഇഷ്ടമുള്ള നഴ്സറി റൈം ഏതാ? ഉറക്കപ്പാട്. എന്തെങ്കിലും മനസ്സിൽ തോന്നിയോ ഭാവം? ആ പഠിപ്പിക്കുന്ന ടീച്ചറുടെ ഭാവം അല്ലാണ്ട് ഇല്ലല്ലോ. എന്താ കാരണം? ഇതുവരെ അത് നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ടോ? എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാവും കുറേ സ്പെല്ലിങ് നിങ്ങൾക്ക് അറിയില്ല.
ആണോ അല്ലയോ? ടിങ്കിൾ എന്നുള്ള സ്പെല്ലിങ് നല്ല സംശയം വരും. ഹൗ ഐ വാട്ട് യു അപ്പ് എബവ് ദ, അതേതാ വാക്ക്? സംശയം വരുമോ ഇല്ലയോ? ഇല്ലേ? നമുക്കറിയാം, പക്ഷെ അറിയോ? അറിയില്ല. അറിയാമെന്ന് തോന്നുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അങ്ങനെയാണോ പഠിക്കേണ്ടത്? അപ്പം എന്ത് ചെയ്യണം? ആദ്യത്തെ എഴുതി ചൊല്ല്. മിന്നും മിന്നും താരകമേ. അടുത്തല്ലേ? എന്തത്ഭുതമാണീ ദൃശ്യം. പിന്നെ മീതേ മീതേ മാനത്ത്. പിന്നെ വൈഡൂര്യമ്പോൾ മിന്നുന്നു. ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ എവിടെ ആവണം? മനസ്സിൽ ആവണം. മനസ്സിൽ ആവണമെങ്കിൽ ഏറ്റവും നല്ല പഠിക്കാനുള്ള മാർഗം ട്രാൻസ്ലേഷൻ, ഇമാജിനേഷൻ, വിഷ്വലൈസേഷൻ. അങ്ങനെയാണ് പഠിക്കുന്നത്. അതല്ലെങ്കിൽ പാട്ട് പഠിക്കും, അർത്ഥം മനസ്സിലാവും. അർത്ഥം മനസ്സിലാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇഷ്ടം തോന്നും, ഇല്ലേ? ഇപ്പോൾ ബുദ്ധിയിലല്ല പഠിക്കേണ്ടത്. എവിടെ പഠിക്കേണ്ടത്? മനസ്സിൽ ആക്കി പഠിക്കണം. എങ്ങനെ പഠിക്കണം? ആക്കി പഠിക്കണം. അപ്പോൾ കുറേ സമയം വേണം പഠിക്കാൻ. പക്ഷെ ഒരു പ്രാവശ്യം പഠിച്ച പിന്നെ മറക്കും. മനസ്സിലായി? അങ്ങനെ വേണം പഠിക്കാം. പിന്നെ അടുത്ത പാടേതാ? ചെറിയ LKG. പിന്നെ പിന്നെ ഇതിനൊക്കെ ഓരോ കഥകളുണ്ട്. ഇതൊന്നും നമ്മുടെ പാട്ടല്ല. ലണ്ടൻ ബ്രിഡ്ജ്. എവിടെയാണ് ലണ്ടൻ ബ്രിഡ്ജ്? തെറ്റാണ്, ലണ്ടനിലല്ല. ഓക്കെ. ഇപ്പോൾ ലണ്ടൻ ബ്രിഡ്ജ് ഡോക്ടർ TPS അടിക്കുക, യൂട്യൂബിൽ കാണും ലണ്ടൻ ബ്രിഡ്ജിൻ്റെ കഥ. കാരണം ഇത് എഴുതിയ കാലത്ത് ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിങ് ഡൗൺ. അത് വീണുകൊണ്ടിരിക്കുമ്പോഴാണ് എഴുതിയത്. അപ്പോൾ ഇപ്പോഴും വീണുകൊണ്ടിരിക്കുമോ? അത് വീണില്ലേ? പാലം വീണാൽ എന്ത് പറ്റും? കടൽ കൊണ്ടുപോകും, പുഴ കൊണ്ടുപോകില്ലേ? അപ്പോൾ അതുണ്ടോ അപ്പോൾ അവിടെ? അതെവിടെ പോയി? അമേരിക്ക പോയി. ലണ്ടൻ ബ്രിഡ്ജ് എവിടെയാ? അമേരിക്കയിലാണ്, അരിസോണയില. അപ്പോൾ നിങ്ങളുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് പഠിപ്പിക്കില്ലേ കാശൊക്കെ കൊടുത്തിട്ട്? എല്ലാം പൊട്ടത്തെറ്റല്ലേ പഠിപ്പിക്കില്ല. നീ കവിത ആരാ എഴുതിയത്? അതും അറിയില്ല. അറിയോ? ആരാ ടിങ്കിൾ ടിങ്കിൾ എഴുതിയത്? അറിയോ? അപ്പോൾ അറിയാൻ എന്ത് ചെയ്യണം? www. എന്തൊക്കെ ചിന്തിച്ചിട്ട് എന്തൊക്കെ ഗൂഗിൾ ചെയ്യാൻ പറ്റും, അല്ലേ? ബാബ ബ്ലാക്ക് ഷിപ്പ് യൂറോപ്പിലുണ്ടായിരുന്ന ടാക്സ് സിസ്റ്റം പഠിപ്പിക്കാൻ ഉണ്ടാക്കിയ കവിതയാണ്. നമ്മളിവിടെ തിരുവനന്തപുരത്താണ് അത് പഠിക്കേണ്ട പോലെ കാര്യം ഉണ്ടോ? വെറുതെ സമയങ്ങളോട് പഠിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം മോസ്റ്റ്ലി സ്റ്റുപ്പിഡാണ്. നമുക്കൊന്നും ആവശ്യമില്ലാത്ത സംഭവമാണ് നമ്മൾ പലതും പഠിക്കുന്നത്. വേസ്റ്റ് ഓഫ് ടൈം. ഓക്കെ. അതുകൊണ്ട് എൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇത്തരം കുറേ ആക്ടിവിറ്റികളും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരു. അതിലൊരു വ്യത്യാസമില്ല. എല്ലാ കുട്ടികളും ഈ കുട്ടിക്കും മനസ്സിലാവും, നിങ്ങൾക്കും മനസ്സിലാവും. കുറച്ച് വ്യത്യാസം ഉണ്ടാവില്ല. അത്രയല്ലേ ഉണ്ടാവും, അല്ലേ? നമ്മൾ സാധാരണ വിചാരിച്ച ടിങ്കിൾ ടിങ്കിൾ പഠിപ്പിക്കുമ്പം ഈ പ്രായത്തിൽ നിന്നിപ്പോൾ ഞാനത് പഠിക്കണം. ഇപ്പം മനസ്സിലായില്ലേ ഈ പ്രായത്തിൽ ടിങ്കിൾ ടിങ്കിൾ പഠിക്കണം? മനസ്സിലായേ? അപ്പോൾ അതുപോലെ പഠിക്കാൻ പറ്റുകയാണ് വേണ്ടത്. ആ എഡ്യൂക്കേഷനാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ സ്കൂളിൽ തള്ളി വിട്ടിട്ട് പുറത്ത് അങ്ങനെയല്ല വേണം. എല്ലാവരും കൂടി ചേർന്ന് കൂടെ പഠിക്കണം. അതിനാണ് സത്സംഗം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അത് റിച്ച് ആയിട്ടുള്ളവർക്ക് വേറെ സ്കൂളും പൂറായിട്ടുള്ളവർക്ക് വേറെ സ്കൂളും അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുചേലൊന്നും ഉണ്ടാവില്ല. എന്താ കുചേല എന്ന് പറഞ്ഞ അർത്ഥം? ചേല എന്ന് പറഞ്ഞാൽ എന്താ? വസ്ത്രം. കുചേല എന്ന് പറഞ്ഞാൽ എന്താ? മോശം വസ്ത്രം, പാവപ്പെട്ടവൻ. അങ്ങനെയാണ് ആ പേരിട്ടത്. കുചേലൻ്റെ പേര് കുചേലെന്നല്ല. എന്താ ശരിയായ പേര്? സുധാമ. പക്ഷെ നമ്മൾ വിളിക്കുന്നത് എന്താ? കൂടെ പാവപ്പെട്ടവനാണ്. ആലോചിച്ച് നോക്കിയിട്ട് നമ്മൾ വിളിക്കുന്നത് തന്നെ പാവപ്പെട്ടവനാണ്, അല്ലേ? നമ്മൾ വിളിക്കാൻ പാടില്ല. എൻ്റെ പേര് തന്നെ എന്തായി? മോശം വസ്ത്രം ഇട്ടവനായി. അങ്ങനെയാണോ വിളിക്കേണ്ടത്?
സുധാമ എന്ന് തന്നെ വിളിക്കണം. പക്ഷെ കുചേലൻ്റെ കഥ നമ്മൾ പഠിക്കുമ്പോൾ സുധാമയുടെ കഥയല്ല പഠിക്കുന്നത്. ആരുടെ കഥയാണ് പഠിക്കുന്നത്? കുചേലൻ്റെ കഥയാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഫേമസ് ആയത്. മനസ്സിലായോ? അപ്പോൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. അങ്ങനെ കുറേ പറയാം. അത് ഫുൾ ഇന്ന് പറഞ്ഞു വേണമെങ്കിൽ തീർക്കാം. അത് വേണ്ട. ഒരു സബ്ജക്റ്റ് തന്നെ എത്ര പറയാമെന്ന് ആലോചിച്ച് നോക്കും. പറ്റുമല്ലോ? വി ക്യാൻ കീപ്പ് ഓൺ ടോക്ക്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ്. നല്ല ക്വസ്റ്റ്യൻ ആയിട്ട്. എന്താ പേര്? ഓർക്കെ മായാദേവി ക്ലാസ്. ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. പിന്നെ ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ ഇതുപോലെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായി? ഇതുപോലെ ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? ഞാൻ ഉറക്കെ വീട്ടിൽ ദേഷ്യം വരുമ്പോൾ പറയുന്ന സൗണ്ട് ഉറപ്പായിട്ടും വീട്ടിൽ അലറാണ്. വലിയോ ഇല്ലേ? പാരൻസിന് അത് പറ്റില്ല. കാരണം കുട്ടികളെ ഇഷ്ടേയല്ല അവർക്ക് പാരൻസിന്. ഗൈഡ് ചെയ്യരുത്. കുട്ടികളെ ഫ്രീ ആയിട്ട് വിടണം. എന്നിട്ട് പാരൻസിനെ കുട്ടികൾ ഗൈഡ് ചെയ്യും. അവർക്കാണ് കൂടുതൽ വിവരം. നമ്മളെക്കാളും വിവരം നമ്മുടെ മക്കൾക്കായാലും. അപ്പോൾ എന്ത് ചെയ്യണം? ഏത് കാര്യത്തിലാണോ നമുക്ക് വിവരം അധികം ഉള്ളത് അത് നമ്മൾ പറഞ്ഞു ആണോ അല്ലയോ? അവർക്ക് കുറച്ചും കൂടി അറിവുള്ളൊരു സംഭവം വരുമ്പം ഗൈഡൻസ് ആർക്ക് വിട്ടു കൊടുക്കണം? മക്കൾക്ക് വിട്ടു കൊടുക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് കാലം മുമ്പേ ജനിച്ച ആളാണ്. ഞാനാണ് നിനക്ക് ചിലവ് തരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം എന്നുള്ള പാരൻറ്റിങ് മാറ്റണം. ആരും അന്യോന്യം പാടില്ല. പാരൻറ്റിങ് മാത്രമല്ല, ഒരു ഫ്രണ്ട്ഷിപ്പും പാടില്ല. നമ്മൾ വളരെ ലിബറൽ ആവണം. മനസ്സിലായി? ചെറിയ കുട്ടികളെ കുഴപ്പമില്ല. ഈ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ആരുടെ കൂടെ വേണം, എന്ത് ചെയ്യണം ഒക്കെ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞ് കുറച്ചൊരു പ്രായം, ഇപ്പോഴൊക്കെ ഒരു 11 വയസ്സ് 7ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് വിടുകയാണ്. 7ാം ക്ലാസ്സിൽ. പക്ഷേ ഇതിന് ഉത്തരം പറഞ്ഞത് മമ്മൂട്ടിയാണ് സിനിമയിൽ. പട്ടം പറത്തുന്ന തരത്തിലാണ് മക്കളെ, കുട്ടികളെ അച്ഛനും അമ്മയും ടീച്ചേഴ്സും മെൻറ്റേഴ്സും ഒക്കെ ഗൈഡ് ചെയ്യേണ്ടതെന്ന്. എങ്ങനെ പട്ടം പറത്താം? പറക്കാൻ ഇങ്ങോട്ട് അനുവദിക്കും. പക്ഷെ കയ്യിൽ എന്തുണ്ട്? കൺട്രോൾ ഉണ്ട്. വല്ല അബദ്ധത്തിലും ചാടും തോന്നിയാൽ പിടിക്കാം. അതല്ലാത്തപ്പോൾ എന്ത് ചെയ്യണം? പറക്കാനൊരുവദിക്കും. അപ്പം നമ്മൾ ഗൈഡ് ചെയ്യല്ല വേണ്ടത്. എന്ത് ചെയ്യണം? അപകടം വരുന്ന സമയത്ത് ഒന്ന് പിടിക്കുക. അത്തരത്തിലാണ് ഞാൻ പറഞ്ഞതല്ല. സോ ലീവ് ദം ഫ്രീ സോ ദാറ്റ് ദേ വിൽ ഫ്ലൈ, ദേ വിൽ ഫൈൻഡ് ന്യൂ സ്പേസ്. അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ. ഓരോ സ്ഥലത്തും വ്യത്യാസം, കൾച്ചർ അനുസരിച്ചിട്ടാണ് വ്യത്യാസം. അപ്പോൾ ഭാരതത്തിൽ, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കൾച്ചറൊക്കെ മാറി അല്ലേ? ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും വ്യത്യസ്ത തരത്തിലാണ് കൾച്ചർ. നമ്മളതൊക്കെ അഡാപ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ഏത് തരത്തിൽ വളർത്തണം? അപ്പം നമ്മളിവിടെ ചെറിയ കുട്ടികൾ എവിടെ നോക്കിയാലും കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഒരു വർഷം അമേരിക്കയിൽ 6 മാസമൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുട്ടികളും കരയുന്നത്. എന്താ കാരണം എന്നറിയോ? നമ്മൾ ഈ കരയുന്നതിന് മുമ്പ് എന്തിനാ കരയണേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കില്ലേ? അവർ കരഞ്ഞാലും മൈൻഡ് ചെയ്യില്ല. 2 പ്രാവശ്യം കരയുമ്പോൾ മൈൻഡ് ചെയ്യാണ്ടിരുന്ന കുട്ടി എന്തോരും? കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ കരച്ചു നോക്കും. ഇതെന്തുകൊണ്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കണം? അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആണോ അല്ലയോ? ഇല്ലേ? കരയുമ്പോൾ അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ കുട്ടി എന്ത് ചെയ്യും? കരച്ചു നോക്കും. ഇതൊക്കെ കൾച്ചറിൻ്റെ ഭാഗമാണ്. നമ്മൾ ഭക്ഷണം ഇങ്ങനെ വായിൽ കൊടുക്കും ഇല്ലേ? അങ്ങോട്ട് കൊടുക്കും, വേണം കഴിച്ചോളാം, ഓട്ടോമാറ്റിക്കായിട്ട് കഴിച്ചോളൂ. അതുകൊണ്ടാണ് അവരൊക്കെ നല്ല ലീനും ബ്യൂട്ടിഫുള്ളായിട്ട് ഇവിടെ ഇങ്ങനെ കുത്തി തീറ്റാണ്. എന്നിട്ട് എന്ത് ചെയ്യും? കാണാൻ ബൾഗർ ഷേപ്പിലിരിക്കുന്നത് അതുകൊണ്ടാണ്. അനാവശ്യമായിട്ട് തീറ്റാണ്. മോസ്റ്റ് ഓഫ് യുവർ ട്രിബിൾസ് ആർ ദ ഫുഡ് വാട്ട് യു ഈറ്റ്. കഴിക്കുന്ന ഭക്ഷണമാണ് മിക്കവാറും അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. ഭക്ഷണത്തിൽ കുറച്ചൊരു ക്രമീകരണം ഉണ്ടെങ്കിൽ
എല്ലാ പ്രശ്നങ്ങളും. വായുവും ജലവും ഒന്നും നമുക്ക് വലിയ മാറ്റമൊന്നും മാറ്റാൻ പറ്റും. ജലം മാറ്റാൻ പറ്റും, കുറച്ച് നല്ല വെള്ളം കുടിക്കണം എന്നാണ്. പക്ഷേ ഏത് വെള്ളം കുടിച്ചിട്ടാണോ നിങ്ങൾക്ക് ശീലം, ആ വെള്ളം സ്ഥിരമായിട്ട് ഉപയോഗിച്ച അസുഖങ്ങളൊന്നും വരില്ല. നമ്മൾ മാറി മാറി വ്യത്യസ്ത സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അസുഖങ്ങൾ വരും. വായു നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫിൽറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല, മാസ്ക് അത്രയല്ലേ പറ്റില്ല. ഭക്ഷണം വി ക്യാൻ സെലക്ട്. ഇതൊക്കെ ശീലമാണ്, അത്യാവശ്യമായിട്ട് അതാണ്. പിന്നെ വേഗം ഓരോരാളും ഓരോ ചോദ്യം ചോദിച്ചത്. സാറല്ല, ഡോക്ടർ ദിവ്യസ്, ആ എന്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കട്ടെ? ഓ, ഒരു എന്താ കരിയർ എന്ന് പറഞ്ഞാൽ? ജോലി അല്ല, അല്ല, എന്താ പറഞ്ഞാല് നമ്മുടെ ജോലിയുടെ ഇംഗ്ലീഷ് എന്താ? ജോബ്. അപ്പൊ കരിയർ എന്താ? നമ്മുടെ ജോബ് അല്ലാന്ന് മനസ്സിലായില്ലേ? അത് എന്താ പറ, കൃത്യമായിട്ട് അത് അറിയട്ടെ. കുറേ ട്രെയിനിങ് പ്രോഗ്രാംസ് കാണും, തൊഴിൽ. എല്ലാ സ്കൂൾസിലും കരിയർ പ്രോഗ്രാംസ് കാണും. അത് കൊടുക്കുന്നവർ തന്നെ മണ്ടന്മാരാണ്, കാരണം അതിൻ്റെ അർത്ഥം പോലും അറിയാത്തതുകൊണ്ടാണ്. ഐ കനോട്ട് ഗിവ് യു എ കരിയർ ഗൈഡൻസ്, ഐ ക്യാൻ ഗിവ് ഹിം എ കരിയർ ഗൈഡൻസ്. എന്താ വ്യത്യാസം? അയാൾ ഓൾറെഡി ജോലിയിലിരുന്ന് വേറെ ജോലിയൊക്കെ മാറാനൊക്കെ ആലോചിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്നതാണ് എന്ത്? കരിയർ ഗൈഡൻസ്. ആദ്യമായിട്ട് പോകുന്ന ഒരാൾക്ക് കരിയർ ഗൈഡൻസ് അല്ല കൊടുക്കേണ്ടത്. എന്താ കൊടുക്കേണ്ടത്? ജോബ് ഓറിയൻറ്റേഷൻ ആണ് കൊടുക്കേണ്ടത്. ഏത് ജോബിനാണ് പോകേണ്ടത് എന്നാണ് ചോദ്യം, അല്ലേ? ജോബ് ഓറിയന്റേഷൻ. ആ, ആർമിയില് SSD, ND അതൊക്കെയാണ് എൻ്റെ എയിമാണ്. അപ്പം അതിലെങ്ങനെ കയറണം, എങ്ങനെ അതിലേക്ക് എത്താൻ ഏണി വെച്ചിട്ട് അല്ല, +1 +2 സയൻസ് മിനിമം യോഗ്യത. ഓക്കെ, അതാണ് NDA, നാഷണൽ ഡിഫൻസ് അക്കാഡമി. അല്ല, അപ്പോൾ +1 ഇരിക്കുമ്പോൾ നല്ല ബിടെക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ ബിടെക്കിന് കയറിയാൽ 25,000 റുപ്യ സ്റ്റൈപ്പൻഡ് കിട്ടുന്നൊരു ജോലി. അത് ജോലിയാണ്, ബിടെക് അല്ല, ജോലിയാണ്. ദാറ്റ് ഈസ് വൺ ഓപ്ഷൻ. ഇനി അത് കിട്ടില്ലെങ്കിൽ അതിന് താഴെയുള്ളതാണ് ഏഴിമല നേവൽ അക്കാഡമി. ഏഴിമല നേവൽ അക്കാഡമി. ഏഴിമല എന്ന് പറഞ്ഞാൽ പയ്യന്നൂരിലാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് പയ്യന്നൂരാണ് പഠിച്ചത്. നടന്നു പോകാറുള്ള ഷിപ്പ് മുങ്ങിപ്പോയത് കാണാൻ പോയിട്ട്, അവിടെ ഒരു ഷിപ്പ് മുങ്ങി. അപ്പോൾ നല്ല തിരമാല അടിക്കുമ്പോൾ ഷിപ്പിൻ്റെ അടിയിൽ ഓട്ടയുണ്ടായതുകൊണ്ട് അതിങ്ങനെ ഫൗണ്ടൻ പോലെ പോകും. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ഫൗണ്ടൻ കണ്ടത്. നടന്നു പോകാനുള്ള ദൂരം 10-15 കിലോമീറ്റർ ഉള്ളൂ. ഓക്കെ, 10-15 കിലോമീറ്റർ. പണ്ടത്തെ പോർട്ടാണ്, പണ്ട് കാലം. നല്ല സ്ഥലം. ബേക്കൽ ഫോർട്ടൊക്കെ കഴിഞ്ഞാൽ കണ്ണൂർ ഫോർട്ടിനും ബേക്കൽ ഫോർട്ടിനും ഇടയിലുള്ള ഉള്ളിലേക്ക് കയറിയിട്ടുള്ള നല്ല സ്ഥലമാണ്. ഫൈൻ. അവിടെയാണ് നല്ല വൺ ഓഫ് ദ മോസ്റ്റ് ബെസ്റ്റ് നേവൽ അക്കാഡമി ഇൻ ഇന്ത്യ. ഉണ്ട്. അയ്യോ, നല്ല ടഫായിട്ടുള്ള എക്സാം. നല്ല ടഫായിട്ടുള്ള എക്സാം മാത്രമല്ല, ഉള്ളിലെ ട്രെയിനിങ് കുറച്ച് കട്ടിയാണ്. ഞാൻ പോയ സമയത്ത് ഒരു കുട്ടിയെ കണ്ട് കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും പുറത്തുനിന്ന്. അവൻ പകുതി വിട്ട് പോയി, പേടിച്ചു. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഡ്രോപ്പൊക്കെ ചെയ്യും, രാവിലെ എഴുന്നേറ്റ് ഓടണം. ബിടെക് മാത്രമല്ല, രാവിലെ തുടങ്ങും. ബിക്കോസ് യു ആർ എ പാർട്ട് ഓഫ് ആർമി, ഓഫീസറായിട്ട് കിട്ടുന്നതാണ്. ഇനി അത് കിട്ടാത്തവർ പണ്ട് ചേർന്നിട്ടുള്ളൊരു സംഭവമാണ് പെറ്റി ഓഫീസർ. പെറ്റി എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? അതിനേക്കാളും രസകരമായ പെറ്റിയുണ്ട്. യു ക്യാൻ ടേക്ക് എ റീഡ്. ഞാൻ പെറ്റ് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് പലർക്കും കേൾക്കാത്ത സാധനമാണ്, ആണോ അല്ലയോ? പക്ഷെ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പെറ്റിക്കോട്ട്. എന്തോ ഇല്ലയോ? അതെന്താ മനസ്സിൽ വരാത്തത്? പണ്ട് നല്ല മനുഷ്യന്മാർ ഉപയോഗിച്ചിരുന്ന കോട്ടിനെ സൈഡൊക്കെ കട്ട് ചെയ്ത് സ്ത്രീകൾക്ക് കൊടുത്തതാണ് പെറ്റിക്കോട്ട്. പെറ്റിക്കോട്ടാണ്. അപ്പോൾ സ്മോൾ കോട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ആ സ്മോൾ കോട്ടിൽ നൈറ്റിയും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് പണ്ടത്തെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സ്. മനസ്സിലായോ? അപ്പോൾ പെറ്റി ഓഫീസർ എന്ന് പറഞ്ഞ അർത്ഥം അവർ ഷിപ്പ്
നന്നാക്കാൻ പഠിക്കും, നാവിഗേഷൻ പഠിക്കും. അങ്ങനെ വ്യത്യസ്തമായ എൻജിൻ റൂം പെറ്റി ഓഫീസർ, അങ്ങനെ ഓരോ പണിക്കും നേവിക്ക് പെറ്റി ഓഫീസേഴ്സിൻ്റെ ജോലിയുണ്ട്. അവർ പിന്നെ പാസ്സായി മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ, ചീഫ് പെറ്റി ഓഫീസർ, പിന്നെ മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസറൊക്കെ ഇട്ടിട്ട് അവിടെ പഠിക്കലും പഠിപ്പിക്കലൊക്കെയാണ് ഡിപ്ലോമ. നേവൽ അക്കാഡമിയിൽ ബിടെക്കാണ്, ഡിപ്ലോമ ഇക്വലൻ്റാണ് ഈ സംഭവം. പക്ഷേ അത് പഠിച്ച് നല്ല ബ്രില്യൻ്റൊക്കെ ആണെങ്കിൽ അവർ ബിടെക്കിന് പറഞ്ഞയച്ച് പിന്നെ ഗ്രേഡ് കൊടുത്ത് ഹയർ ഓഫീസറൊക്കെ ആയിട്ട് റിട്ടയർ ആവും. ഫൈൻ. NDA ചേർന്നാൽ ദേ വിൽ സെലക്ട് യു ടു പുട്ട് ഇൻ ടു എയർഫോഴ്സ് ഓർ നേവി. യു ഹാവ് നോ ചോയ്സ്. അവർ തീരുമാനിക്കും നിങ്ങൾ എവിടെ പോകണം. പക്ഷെ മോള് ചോദിച്ചത് ഇതല്ല. എന്താ? ഷോർട്ട് സർവീസ് കമ്മീഷൻ, SSC ആണ്. അത് BA ഇംഗ്ലീഷ് പഠിച്ചാലും എഡ്യൂക്കേഷൻ കോറിൽ പോവാം. നിങ്ങൾ എന്ത് പഠിച്ചാലും ഗ്രാജുവേഷന് ശേഷം നിങ്ങൾക്ക് ആർമിയിലും എയർഫോഴ്സിലും ഒക്കെ പോകാം. ഫൈൻ. ഇപ്പോൾ ഫസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുക, ദെൻ യു ക്യാൻ ഡു ഇറ്റ്. ഇനി ബൈ ചാൻസ് ഹ്യൂമാനിറ്റീസ് ആണ് ഇപ്പോൾ +1 +2. ഇന്ന് ഇന്ത്യയിലും ലോകത്തിലെല്ലായിടത്തും എനിബഡി ക്യാൻ ഡു ഓപ്പൺ സ്കൂൾ. CBSEയിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്താൽ 12ാം ക്ലാസ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നതോടൊപ്പം തന്നെ സയൻസും പഠിക്കും. ആൻഡ് യു വിൽ ഗെറ്റ് ഡബിൾ ഡിഗ്രി, ഡബിൾ +1 +2. ഇനി അതേ കൂടെ തന്നെ സ്റ്റേറ്റ് സിലബസും കൂടി അപ്ലൈ ചെയ്യാം. യു വിൽ ഗെറ്റ് 3 +1 +2. ഫൈൻ. നേരെ പോയിട്ട് ആന്ധ്രയിൽ പോയിട്ട് അവിടുത്തെ +1 +2 കൂടി രജിസ്റ്റർ ചെയ്യാം. എത്ര വേണമെങ്കിലും എഴുതാക്കോ. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു സ്കൂളിൽ പഠിക്കാൻ പറ്റും അല്ലേ? ഇപ്പം അങ്ങനെയല്ല. മനസ്സിലാവുണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടുത്തെ എൻട്രൻസും എഴുതാം, അവിടുത്തെ എൻട്രൻസും എഴുതാം, എവിടെ വേണമെങ്കിലും എഴുതാം. ഒന്നും വേണമെന്നില്ല. എവറിഥിങ് ക്യാൻ ബി ഓപ്പൺ. ഇന്ദിരാഗാന്ധി ഓപ്പൺ സ്കൂളിംഗ് പ്രോഗ്രാം, അത് ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, PhD വരെ. ഞാൻ ഇഗ്നൂവിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ഗൈഡായിരുന്നു, PhD ഗൈഡ്. ആർക്കും എവിടെയും ചേരാം, രജിസ്റ്റർ ചെയ്യാം. പക്ഷേ സയൻസ് പഠിക്കുന്നവർ ലാബോറട്ടറി ഉപയോഗിക്കണമെങ്കിൽ അടുത്തുള്ളൊരു സ്കൂളിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യാം. അതാണ് ഈ പ്രൈവറ്റ് കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ. അവരൊക്കെ എന്ത് ചെയ്യും? 700 പേരെ എടുത്തിട്ട് +1 +2 എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്യിപ്പിക്കും, ഇവിടെ കോച്ചിങ് കൊടുക്കും. എന്നിട്ട് പരീക്ഷ എഴുതാൻ മാത്രം അവിടെ പോകും, ലാബ് മാത്രം അവിടെ ചേർക്കും. അപ്പോൾ ഈ എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ അല്ല നിങ്ങളുടെ സെൻറ്റർ. നിങ്ങൾ ഒറിജിനലി ഇതൊരു ട്യൂഷൻ സെൻറ്ററും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ലാബോറട്ടറിയുള്ള സ്കൂളുകൾ. ഇനി പഠിക്കേണ്ടത് അത് ചെയ്താൽ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഇപ്പം NDA ഒക്കെ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഗോ ടു എവിടെ പോവാം? ഷോർട്ട് സർവീസ് കമ്മീഷൻ, SSC. അത് 15 കൊല്ലത്തെ സർവീസാണ്. പക്ഷെ മിക്കവാറും ആൾക്കാർ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഫൈൻ. ഇനി ഇതൊന്നും അല്ലാന്ന് വിചാരിക്കും. ഇവരൊക്കെ അവസാനം എത്തുന്ന ഒരു ഓഫീസിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഇങ്ങനെയൊക്കെ ആർമി, എയർഫോഴ്സ്, നേവിയൊക്കെ എത്തിയിട്ട് അവസാനം അവർക്ക് ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് SPG ഇതൊക്കെ ഇട്ടില്ല, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ അല്ലേ? അവരൊക്കെ മിലിറ്ററിക്കാർ. അതുപോലെ വേറൊരു ഓർഗനൈസേഷൻ ഉണ്ട്, ഡയറക്ടർ ജനറൽ ഓഫ് സെക്യൂരിറ്റി. ബാക്കി മിലിറ്ററിക്കാരൊക്കെ ഡിഫൻസ് മിനിസ്റ്ററുടെ താഴെയാണ്, പോലീസുകാരൊക്കെ ഹോം മിനിസ്റ്ററുടെ താഴെയാണ്. ഇതിനൊക്കെ മുകളിലാണ്, ഈ 2 മിനിസ്റ്റേഴ്സിൻ്റെയും മുകളിലാണ് പ്രൈം മിനിസ്റ്റർ. അപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ പോലീസ് ഈ താഴെയുള്ള മിനിസ്റ്ററുടെ താഴെ ഇരിക്കാൻ പറ്റുമോ? അവരാർക്ക് റിപ്പോർട്ട് ചെയ്യണം? പ്രൈം മിനിസ്റ്റർക്ക് റിപ്പോർട്ട് ചെയ്യണം. പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൻ്റെ പേരെന്താ? ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്. ക്യാബിനറ്റിൻ്റെ ചീഫാണ് പ്രൈം മിനിസ്റ്റർ അല്ലേ? അപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് എന്ന് പറയുന്നത് PMO എന്നാണ് പറയുക, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. ഫൈൻ. അതല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേരാണ് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്. IPS ആണോ മുകളിൽ? IAS ആണോ? IAS ആണ് മുകളിൽ. IASൻ്റെ ടോപ്പ് മോസ്റ്റ് ആളാണ് ക്യാബിനറ്റ് സെക്രട്ടറി. പ്രൈം മിനിസ്റ്ററുടെ സെക്രട്ടറി ആരാ? ക്യാബിനറ്റ് സെക്രട്ടറി. IASൻ്റെ ടോപ്പ് മോസ്റ്റ് ആളാണ് അല്ലേ? അതുപോലെ IPS കിട്ടിയാൽ ഏറ്റവും ടോപ്പിലെത്തുന്നതാണ് ഡയറക്ടർ ജനറൽ ഓഫ് സെക്യൂരിറ്റിയുടെ ചീഫ്. കേരളത്തിൻ്റെ ഒരാളുണ്ടായിരുന്നു, കുര്യൻ എന്ന് പറഞ്ഞു, IPS ആണ്.
ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയാണ് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ IAS ആണ്. അയാളുടെ മോഹം എന്താണ്? എപ്പോഴാണ് ക്യാബിനറ്റ് സെക്രട്ടറി ആവുക? ഓക്കെ, അപ്പോൾ അയാൾക്ക് ഇക്വലൻ്റ് ആയിട്ട് 10-30 പേരുണ്ടാവും. ഫൈൻ. അയാളുടെ കുറച്ച് മുകളിലായിരിക്കും ഡിഫൻസ് സെക്രട്ടറി, ഹോം സെക്രട്ടറി ഒക്കെ സെൻട്രൽ ഗവൺമെൻറ്. അവരൊക്കെ താല്പര്യം ഉണ്ടാവും ആരാവാൻ? ക്യാബിനറ്റ് സെക്രട്ടറി ആവും. അതുപോലെ പോലീസിൻ്റെ ചീഫിന് താല്പര്യം ഉണ്ടാവും ഡയറക്ടർ ജനറൽ ഓഫ് സെക്യൂരിറ്റി ആവും. അത് IB ചീഫൊക്കെ ആയി കഴിഞ്ഞാലാണ് അവിടെ ആവുക. അപ്പോൾ കുര്യൻ ഡയറക്ടർ ആയിരിക്കുമ്പോൾ അവിടെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഞാൻ മിലിറ്ററി എന്നല്ല, എയർഫോഴ്സ് എന്നല്ല, നേവി എന്നല്ല, പോലീസും അല്ല. അപ്പോൾ ചില ആൾക്കാരൊക്കെ സെലക്ട് ചെയ്തിട്ട് അവിടെയൊക്കെ പോസ്റ്റ് ചെയ്യും. അങ്ങനെ പോസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സയൻറ്റിസ്റ്റ് അവിടെ എത്തിയിട്ടുള്ളത് ഞാൻ. പിന്നെ മൻമോഹൻ സിംഗ് ആണ് പോസ്റ്റ് ചെയ്തത്. ഫൈൻ. അപ്പോൾ IPS ആയാലും അവസാനം എത്തുമ്പോൾ അതിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ എയർഫോഴ്സ്, നേവി, മിലിറ്ററിക്കാരൊക്കെ. മനസ്സിലാവുണ്ടോ? അപ്പം താഴെയുള്ള മിലിറ്ററി ജോലി അല്ലല്ലോ ഇഷ്ടപ്പെടുന്നത്. എന്താ വേണ്ടത്? ഏറ്റവും മുകളിലാണ്. അപ്പോൾ എനിക്ക് മിലിറ്ററി ചേരാൻ പറ്റിയില്ല കൊണ്ട് സങ്കടമൊന്നും വേണ്ട. എന്ത് തീരുമാനിക്കണം? ഞാൻ ഇതിനേക്കാളും മുകളിൽ കയറും. എന്ത് കയറിയിട്ട്? IPS എത്തും. മനസ്സിലാവുണ്ടോ? എനിക്ക് IAS-ഉം IPS-ഉം ആവാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം? അങ്ങനെ കുറേ പേര് എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നൊരു കാലം ഉണ്ടായപ്പോൾ. അതുകൊണ്ട് +1 +2 കിട്ടിയില്ല, ഞാൻ മിലിറ്ററി പോയിട്ടില്ല, അതുകൊണ്ട് ലാസ്റ്റ് ചാൻസ് ഒന്നും വിചാരിക്കില്ല. ബട്ട് ഗോ ടു ഹയർ ആൻഡ് ഹയർ. എയിം അവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എത്തും. നല്ലപോലെ ഗൈഡൻസ് കിട്ടുകയാണെങ്കിൽ യു ക്യാൻ റീച്ച്. ഇപ്പോൾ എയിം ഉണ്ടാവണം. ഒരു ചാൻസ് മിസ് ചെയ്തുകൊണ്ടോ അയ്യോ പോയി എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. വേറെയും പല വഴികളിലൂടെയും അതിനേക്കാളും മുകളിലൊക്കെ എത്താം. ഇപ്പോൾ ചിലപ്പോൾ എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് +1 +2 മെഡിസിൻ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ കുട്ടികളെ കാണും. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാൽ, അന്നൊക്കെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിന് ഏറ്റവും നല്ല കോളേജ്, വൺ ഓഫ് ദ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ്. അവിടെ ഒരു 400 കുട്ടികളുണ്ടാവും. ഫസ്റ്റ് ഡേ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചോദിക്കുക എത്ര പേര് സങ്കടത്തിലിരിക്കേണ്ടതെന്ന് ചോദിക്കും. ഫസ്റ്റ് ഡേ എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ ഒരു 70% കഴിക്കും. എന്താ കാരണം? അവർക്കൊക്കെ മെഡിസിൻ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങളുടെ ധാരണ തെറ്റാണ്. ബിടെക് കഴിയുക, IAS എടുക്കുക, എന്നിട്ട് സ്റ്റേറ്റിലെ ഹെൽത്ത് സെക്രട്ടറി ആവുക. നിങ്ങളെ കൂടെ പഠിച്ച ആളൊക്കെ നിങ്ങളെ റിപ്പോർട്ട് ചെയ്യും. കേട്ടെ? ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പോയാലേ അവിടെ എത്തുള്ളൂന്നില്ല. IAS ആയാലും മതി. ഇന്നലെ നല്ലൊരു സിനിമ ഉണ്ട്, ഗെയിം ചേഞ്ചർ, തെലുങ്കിലെ സിനിമ, പുതിയ സിനിമ. ഫൈൻ. അയാളും ചീഫ് മിനിസ്റ്ററും തമ്മിലുള്ള അടിയാണ് സിനിമ. ബ്യൂട്ടിഫുൾ ഇഷ്ടമാണ്. IAS ആയിരുന്നു. ആരാ വലുത് എന്നാണ് ചോദ്യം. ചീഫ് മിനിസ്റ്ററായിട്ട് പദവി എടുത്ത ദിവസം തന്നെ അയാൾക്ക് ഇയാൾ നല്ല IAS ആയിരുന്നു. പല കാരണങ്ങളും കാണിച്ചു കൊടുത്ത് ഇലക്ഷൻ വേണമെന്ന് പറഞ്ഞ് അതിൻ്റെ ഇലക്ഷൻ ചീഫായിട്ട് അതേ സ്റ്റേറ്റിൽ വരും. പിന്നെ ഇയാൾ പറയുന്നതാണ് നിയമം. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ ചീഫ് ഇലക്ഷൻ ഓഫീസറാണ് ചീഫ് മിനിസ്റ്റർക്കാരും പവർഫുൾ. മനസ്സിലായി? അങ്ങനെ ഏത് പവർ വേണമെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റും. TN ശേഷൻ IAS-ൽ എന്തൊക്കെ പവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്? അപ്പോൾ ഏതാണ് നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്നത്, നമ്മൾ വ്യത്യസ്തമായ നിലകളിൽ നോക്കുമ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴത്തേക്കും അവിടെ എത്താനുള്ളൊരു മോഹം ഉണ്ടായാൽ അതിന് താഴെ ബാക്കിയെല്ലാ മിലിറ്ററിക്കാരും, എല്ലാ ആർമി എയർഫോഴ്സുകാരൊക്കെ. പിന്നെ ഞാൻ ചോദ്യത്തിനല്ല ഉത്തരം പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. എന്താ ഗവൺമെൻറ് എങ്ങനെയാണ് ജനറൽ അഡ്മിഷൻ, എങ്ങനെയാണ് നിങ്ങളുടെ ആസ്പിറേഷൻസ് കൂട്ടുക? വ്യത്യസ്തമായ ഉത്തരമാണ് പറയുന്നത്. അടുത്ത ചോദ്യം ഉറക്കെ. എങ്ങനെയാ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആവുന്നത്? എന്താ കമ്മ്യൂണിക്കേഷൻ? അതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട്? എന്തൊക്കെ മാർഗങ്ങൾ, ടൂൾസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ചോദിക്കുന്നത്. ഓൺലൈനൊക്കെ ഇപ്പോൾ വന്നതല്ലേ,
എഴുത്ത്. ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ ഏതാ? എഴുത്താണ്. അത് ഓൺലൈൻ ആവാം, ബുക്ക് പബ്ലിഷ് ചെയ്താലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലേ. സോ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ നല്ല റൈറ്റിംഗ്. ഓട്ടെ, നല്ല പോലെ എഴുതാൻ പറ്റും. ഒരു ഡാൻസർ എന്താ ചെയ്യണേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കവിത എഴുതുന്ന ആൾ എന്താ ചെയ്യണേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പലരുടെയും ധാരണ, ഇത് പറയാൻ കാരണം സംസാരമാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള അർത്ഥമാണ്. ഇന്നോ അതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് സംസാരമാണ് ബെറ്റർ. ഓട്ടെ, ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ് കുറേ കാലം നിൽക്കുക പലപ്പോഴും. ഇപ്പോൾ റൈറ്റിംഗ് ഈസ് ബെറ്റർ. യു ക്യാൻ സ്പീക്ക് ടു പീപ്പിൾ. നമ്മൾ സംസാരിക്കുന്ന ഓറൽ കമ്മ്യൂണിക്കേഷൻ നല്ലതാണ്. അതിന് കുറേ വാക്കുകൾ വേണം, ഐഡിയാസ് ഉണ്ടാവും. കമ്മ്യൂണിക്കേഷൻ സാധാരണ പറയുമ്പോൾ ക്രിയേറ്റിവിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. രണ്ട് സ്വഭാവം വേണം. നല്ലപോലെ ക്രിയേറ്റീവ് ആവണം, നല്ലപോലെ കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ വാക്കുകൾ കൂട്ടുക? നിങ്ങളെല്ലാവരും തിരുവനന്തപുരം എന്ന് എഴുതും. സ്പെല്ലിംഗ് അറിയാലോ? തിരുവനന്തപുരം എഴുതില്ലേ? എഴുത്, ഫാസ്റ്റായിട്ട് എഴുതണം. തിരുവനന്തപുരം. എന്താ സ്പെല്ലിങ്? സ്പെല്ലിംഗ് പറ. അതിനകത്ത് ഒരു ലെറ്റർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാവുന്ന മീനിങ് ഫുൾ വാക്ക്, 2 ലെറ്റർ അതിനകത്ത് പിക്കപ്പ് ചെയ്തിട്ട് 2 ലെറ്റർ കൊണ്ട് ഉപയോഗിക്കാവുന്ന മീനിങ് ഫുൾ വാക്ക്. അങ്ങനെ എത്ര വാക്കുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അത്രയും ഉണ്ടാക്കും. സംഭവത്തിൽ ആപ്റ്റിറ്റ്യൂഡ് ഇല്ല എന്ന് വിചാരിക്കും. എൻ്റെ അടുത്ത് പറഞ്ഞത് അതിലേക്ക് നയിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ നമ്മൾ ചെയ്യും. ഇപ്പോൾ കുക്കിങ്ങിൽ എനിക്കൊരു താല്പര്യമില്ല. കം വിത്ത് മീ ഫോർ ഫ്യൂ ഡേയ്സ്, ഐ വിൽ ഷോ യു ഹൗ ഇൻട്രസ്റ്റിംഗ് ഈസ് കുക്കിംഗ്. മനസ്സിലായി? കൃഷിയിൽ താല്പര്യമില്ല. കം വിത്ത് മീ ഫോർ ഫ്യൂ ഡേയ്സ്, ഐ വിൽ ഷോ യു ഹൗ ഇൻട്രസ്റ്റിംഗ്. അപ്പം നീന്തത്തിൽ താല്പര്യമില്ല. ഐ വിൽ സെൻഡ് ഇറ്റ് ടു മൈ കസിൻ ഈസ് എ ഗ്രേറ്റ് സ്വിമ്മർ. സ്വിമ്മർ എന്ന് പറഞ്ഞാൽ പപ്പട്ട. വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ കിടക്കും. എത്ര സമയം കിടക്കാൻ പറ്റും പപ്പട്ട വെച്ചാൽ? വിശക്കുന്നവരെ കിടക്കാൻ പറ്റും. ചെറിയ വില്ലേജിലാണ്, പക്ഷേ നാഷണൽ റഫറി ആയി വോളിബോളിൽ. ഒരു വലിയൊരു ആപ്റ്റിറ്റ്യൂഡൊക്കെ ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി. നമ്മുടെ സംഘമാണ് തീരുമാനിക്കുക നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്. ദ കമ്പനി വിത്ത് ഹും യു ആർ, ദാറ്റ് ഷോസ് യുവർ ആപ്റ്റിറ്റ്യൂഡ് ബിഹേവിയർ. നമ്മുടെ ഉള്ളിലുള്ളത് ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ പുറത്ത് വരണതേ ഇല്ല. മനസ്സിലായി? ആ ക്യാരക്ടർ എപ്പോഴാണ് വരിക? ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നല്ല ദേഷ്യം വരുമ്പോൾ എൻ്റെ ശരിയായ മുഖം ഞാൻ ഇപ്പം കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കാലം കാണിച്ചതെന്താ? ഒരു അഭിനയ ഇല്ലേ? ആണോ അല്ലയോ? ഒരു ദിവസം അങ്ങോട്ട് വരും. എപ്പോഴാണോ ഹൈലി ഇറിറ്റേറ്റഡ് ആവുന്നത്, എപ്പോഴാണോ ഹൈലി ഹാപ്പി ആവുന്നത്, ആ സമയത്ത് നമ്മുടെ ഇപ്പം നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിങ്ങളുടെ കൂടെ പഠിച്ചവരെ കാണാൻ വിചാരിക്കും, മുതിർന്നവരെയാണ് പറയുന്നത്. അതേ ആറ്റിറ്റ്യൂഡാണ് ഓഫീസിൽ പോയാൽ ഉണ്ടാവുക അല്ലേ? ഈ ക്ലാസ്മേറ്റ്സ് എന്നൊക്കെ സിനിമയൊക്കെ വരുന്നതിന് മുമ്പ്, അത് കഴിഞ്ഞിട്ടാണ് ഈ കുറേ അൽമിനി മീറ്റൊക്കെ തുടങ്ങിയത്. അതിന് മുമ്പ് ക്ലാസ്മേറ്റ്സിൻ്റെ ഗെറ്റ് ടുഗദർ നടത്തിയതാണ് 2005 ജനുവരിയിൽ. അന്നൊന്നും ആരും നടത്തിയിട്ടില്ല. അന്ന് മനോരമയിൽ വലിയ കവറേജ് ആയിരുന്നു ഞങ്ങളുടെ ബാച്ച്മേറ്റ് മീറ്റ് ചെയ്ത സമയത്ത്. മാത്തമാറ്റിക്സ് BSc ഗ്രൂപ്പ്. ഞങ്ങളിട്ട പേര് മസ്റ്റാൾജിയ എന്നാണ്. നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് മാത്സാൾജിയ ആണ്. ആ മാത്സാൾജിയയിൽ ഞങ്ങൾ കുറേ പേരുണ്ടായി. ഞാനത് സംഘടിപ്പിച്ചത് 2005 യൂണിവേഴ്സിറ്റിയിൽ വന്നു. ഉടനെ തന്നെ തീരുമാനിച്ചത് എൻ്റെ ക്ലാസ്മേറ്റ്സിലൊക്കെ മീറ്റ് ചെയ്യണം. അതിന് തുടങ്ങിയ പണിയാണ്. അന്ന് ഞാനൊരു കവിത എഴുതി. നമ്മൾ ആരോടും വർത്തമാനം പറയുമ്പോൾ കുറേ ശ്രദ്ധിച്ചിട്ട് വാക്കൊക്കെ അരിച്ചിട്ടൊക്കെ പറയാവും. പ്രത്യേകിച്ചും വീട്ടിൽ ഫാമിലിയോട് പറയും. ഹസ്ബൻഡ് വൈഫിനോടും അച്ഛൻ അമ്മയോടും മക്കളോടൊക്കെ പറയുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ച് പറയാണ്ടിരുന്ന വലിയ പ്രശ്നമാവും ബന്ധുക്കളോടൊക്കെ. പക്ഷെ അങ്ങനെ തുറന്ന് പറയാൻ പറ്റുന്ന ഒറ്റ ആൾക്കാർ കൂട്ടുകാരാണ്. വാക്ക് അരിച്ച് തൂക്കി നോക്കിയിട്ടൊന്നും ഉപയോഗിക്കേണ്ട. എന്ത് വേണമെങ്കിലും പറയാം. വാടാ പോടാന്നൊക്കെ പറയാൻ എവിടെയാ തരും? ഫ്രണ്ട്സിനോടാണ് അല്ലേ?
അത് നമ്മുടെ സ്വഭാവം ഓരോ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ ഇല്ലേ ആറ്റിറ്റ്യൂഡ് മാറും, ആപ്റ്റിറ്റ്യൂഡ് മാറും, ഒക്കെ മാറും. പിന്നെ കുറേ ചോദ്യങ്ങൾ. ശ്രീ ചിത്തിരയിലെ ക്യാൻസറിൻ്റെ സ്പെഷ്യലിസ്റ്റും പിന്നെ മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ അസിസ്റ്റൻറ്റ് ചീഫും ഇപ്പോൾ ആസ്റ്റർ മെഡിക്കൽസിൽ ക്യാൻസറിൻ്റെ 3 ഹോസ്പിറ്റലിൻ്റെ ചീഫുമാണ് എൻ്റെ മരുമകൻ. അപ്പോൾ എൻ്റെ ക്യാമ്പ് നടക്കുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ അവനോട് ചോദിക്കാൻ പറഞ്ഞു എന്ത് ഡോക്ടറായത്. അപ്പോൾ കഴക്കൂട്ടത്ത് സൈനിക സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു ഗസ്റ്റ് വന്നു, അയാൾ ഡോക്ടറായിരുന്നു. അയാളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഇൻസർട്ടൊക്കെ ചെയ്ത് നല്ല സുമുഖൻ കുട്ടപ്പനായിട്ടുള്ള ഒരാൾ. ഇതേപോലെ ആവണമെന്ന് വിചാരിച്ചത് അവൻ ഡോക്ടറായി. അത് സയൻസിനോടോ മാത്സിനോടോ ഫിസിക്സിനോടോ മെഡിസിനോടോ ഇഷ്ടമുള്ളതുകൊണ്ടല്ല, ഒരു നല്ലൊരാളെ കണ്ടു അയാളാവണമെന്ന് വിചാരിച്ചു. പലരും സിനിമാ നടിമാരൊക്കെ ആവുന്നതുകൊണ്ടാണ് അതിൽ കാണുമ്പോൾ നല്ല അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് അതാവണമെന്ന് ആഗ്രഹിക്കുന്നത്. മനസ്സിലായി? ഇതൊന്നും കുട്ടികൾ ആ പ്രൊഫഷനെ കുറിച്ച് അറിഞ്ഞിട്ടല്ല. അതുകൊണ്ട് സാധാരണഗതിയിൽ ഞാൻ പറയാറുള്ളത് 12ാം ക്ലാസ് വരെയൊക്കെ, ലോകം അറിയുന്നത് വരെയൊക്കെ നിങ്ങൾ ഇതുവരെ ഒരു ഡോക്ടറുടെ കൂടെ താമസിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. ഡോക്ടറുടെ ക്ലിനിക്കിൽ പോയി അവരുടെ കൂടെ ഇരിക്കുക. ഞാനൊക്കെ അത് ചെയ്തിട്ടുള്ള സൈക്കോളജി പഠിക്കുന്ന കാലത്തൊക്കെ കണ്ണ് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയിരിക്കും. ടെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവർ റിയാക്ട് ചെയ്യുന്നത്. വ്യത്യസ്തമായ ജോലികൾ നമ്മൾ അവരുടെ സ്ഥലത്ത് പോയിരുന്ന് പഠിക്കണം. അതൊന്നും ഇല്ല നമുക്ക്. അതിനാണ് ഈ എക്സ്കർഷൻ, ഗസ്റ്റ് ലെക്ചർ എന്നൊക്കെ പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ്. കുറേ ഗസ്റ്റിന് എന്തിനാണ് സ്കൂളിലേക്ക് വിളിക്കണേ? അപ്പോൾ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് പഠിക്കാം. എന്തിനാണ് ഹ്യൂമാനിറ്റീസ് പഠിക്കണേ? നമ്മളെന്തിനാ പിന്നെ ടാഗോറിനെ കുറിച്ച് പഠിച്ചത്? നമ്മളെന്തിനാ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിച്ചത്? നമ്മളെന്തിനാ മോക്ഷകുണ്ടം വിശ്വേശ്വരയെക്കുറിച്ച് പഠിച്ചത്? നമ്മളെന്തിനാ CB രാമനെ കുറിച്ച് പഠിക്കുന്നത്? ഇവരെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആവണം എന്നൊരാഗ്രഹം നമ്മളിൽ ഉണ്ടാവണം. ഓക്കെ. അപ്പോൾ ഒരാൾ എനിക്ക് ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കാം, നിങ്ങൾ അറിയപ്പെടുന്ന 10 ഡോക്ടർമാരുടെ ചരിത്രം പറയാൻ പറ്റും? അതൊന്നും നമുക്കറിയാം. പിന്നെ എന്തിനാ ഡോക്ടറാണ്? അതിൽ പൊട്ട ഡോക്ടർമാരും നല്ല ഡോക്ടർമാരും ഉണ്ടാവില്ല. ഇപ്പോൾ ഡോക്ടറാവുകയാണോ ലക്ഷ്യം? അല്ല, എൻജിനീയറാണ്. എന്താ കാരണം? എല്ലാവരും അതിനാണ് പോണത്. 3 ലക്ഷം എഞ്ചിനീയർമാരിൽ ആകെ 300 പേർക്കേ സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. പാസ്സാവുന്നവർ 3 ലക്ഷം പേരുണ്ട്. അതിൽ 3000 പേർക്ക് ശരിക്കുള്ള ജോലി കിട്ടാം. ഇതൊന്നും ജോലിയില്ല. ഉണ്ടോ? ഇല്ല. ഇന്നലെ എന്നെ കാണാമെന്നൊരാൾ, അയാൾ സിവിൽ എഞ്ചിനീയറാണ്, നല്ല കോൺട്രാക്ടിങ് ഒക്കെ ചെയ്യുന്നു. അയാൾ പറഞ്ഞു എനിക്കിഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല, അച്ഛൻ നിർബന്ധിച്ചിട്ട് തന്നെ സിവിൽ എഞ്ചിനീയർ ആക്കിയാണ്. ചില സ്കൂളിൽ കോളേജിൽ പോകുന്ന സമയത്ത് എന്തിനാ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയർ ഈ ഏതെങ്കിലും ബ്രാഞ്ച് എന്തിനാ എടുത്തു വെച്ചാൽ അമ്മ പറഞ്ഞിട്ട്. എന്താ അമ്മ എഞ്ചിനീയർ? അല്ല, അമ്മയുടെ ഉപ്പാപ്പേൻ്റെ ഇളയമ്മേൻ്റെ മോളെ ഭർത്താവിൻ്റെ അയൽവാസി എഞ്ചിനീയർ. അയാൾ നല്ല വലിയ വീട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളൂ. ഇതൊന്നും നല്ല പ്രൊഫഷണൽ ഏറ്റെടുക്കാൻ ആഗ്രഹം വേണം. അത് നമ്മളിപ്പോൾ കലക്ടറേറ്റിൽ പോയിട്ട് കലക്ടറുടെ റൂം കാണിച്ചു കൊടുക്കും. മുസോറി ഇതുവരെ കണ്ടിട്ടുണ്ടോ? യൂട്യൂബിൽ പോയിട്ട് മുസോറി ട്രെയിനിങ് സെൻറ്റർ കാണാമല്ലോ. അപ്പോൾ വിചാരിക്കും ഓ ഇങ്ങനെയൊക്കെ സ്ഥലത്ത് ട്രെയിനിങ് കിട്ടുമ്പോൾ ഭഗവാനെ അവിടെ പോകണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നും. മനസ്സിലായി? അപ്പോൾ ഇന്ന് നമ്മൾ ഓരോ പ്രൊഫഷണലും ആൾക്കാർ വർക്ക് ചെയ്യുന്ന വ്യത്യസ്തമായ സംഭവങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു എഞ്ചിനീയർ കാണും, അയാളോട് ചോദിക്കുക നിങ്ങൾ എന്താ ചെയ്യുന്നത്. ഇപ്പോൾ സ്പേസ് സയൻറ്റിസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കണം. ഇനി എല്ലാ സ്പേസ് സയൻറ്റിസ്റ്റും അതാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതല്ല. സ്പേസ് സയൻറ്റിസ്റ്റിന് ഇമേജൊക്കെ എടുക്കുമല്ലോ, അത് വിൽക്കാൻ വെക്കുന്ന വെറും ബില്ലടിച്ച് നിൽക്കുന്ന സയൻറ്റിസ്റ്റുകളുണ്ട്. അവർ സയൻറ്റിസ്റ്റാണ്. അപ്പോൾ നമ്മൾ എവിടെ പൊസിഷനിൽ ഇരിക്കുന്നു അനുസരിച്ചിട്ടാണ് ആ ജോലി. അത് സിനിമകളിലും ഒക്കെ കാണും. നല്ലപോലെ സിനിമ കാണിക്കണം, കുറേ ഡോക്യുമെൻ്ററീസ് കാണും. അപ്പോൾ നമുക്കറിയാം ഓ ഇവരിതൊക്കെയാണ് ചെയ്യണത്, ഈ ജോലിയിൽ ഇന്നൊക്കെയാണ് പ്രാധാന്യം. അങ്ങനെ നമുക്കൊരു പാഷൻ ഉണ്ടാവും, അതുണ്ടാക്കിയെടുക്കണം. ഇനി ജീവിതത്തിൽ അത് തന്നെ ആവണമെന്നൊന്നുമില്ല. ആദ്യമൊരു ജോലി അതിഷ്ടമല്ല, അത് വിടുക, അടുത്ത ജോലി പിന്നെ എടുക്കുക, പിന്നെ വേറെ ജോലി നോക്കുക.
ഇന്ന് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, എന്തിനാ അത് തന്നെയാവും. ഇപ്പം എൻ്റെ ഒരു ബ്രദറിലോ അദ്ദേഹം PhD സംസ്കൃതത്തിലാണ്, വാരണാസിയിലാണ് ചെയ്തത്, വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ്. പക്ഷെ പഠിപ്പിച്ചത് LP സ്കൂളിലാണ്. PhD ഉണ്ടായിട്ടും തീരുമാനിച്ചു എനിക്ക് ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ ഇഷ്ടം. റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി, യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസറായി. പക്ഷെ വീട്ടിൽ കുറേ ആൾക്കാർ വരും പഠിക്കാൻ സംസ്കൃതം, PhD ഗൈഡ് ചെയ്യും. അപ്പം നമ്മൾ ചെയ്യുന്ന പണിയും എൻ്റെ ഇഷ്ടവും വ്യത്യാസമാണ്. LP സ്കൂളിലെ ക്ലാസ് എടുക്കുമ്പോൾ ഇടയ്ക്ക് ലീവ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, അവിടെ ഇരുന്ന് വേറെ എന്തെങ്കിലും വായിക്കാം, കുറേ ഫ്രീ ടൈം കിട്ടും, പെൻഷൻ കിട്ടും, ബെല്ലടിച്ചാൽ ഉടനെ വരാം വീട്ടിൽ. എന്നിട്ട് എന്ത് ചെയ്യും, 4 മണി മുതൽ രാത്രി 12 മണി വരെ വലിയ കാര്യങ്ങളൊക്കെയാണ് വീട്ടിൽ നടക്കുക. വലിയ ലൈബ്രറിയാണ് പറ്റും. നമ്മളൊക്കെ അന്ന് വെറുതെ ചെരുപ്പ് പഠിക്കില്ല, അതിന് പകരം ബുക്ക് പഠിക്കും. അങ്ങനെ വായിക്കുന്ന വ്യക്തി, മനസ്സിലായി. അപ്പം നമുക്ക് ഇഷ്ടമാണ് നോക്കേണ്ടത്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു. ജോലി എന്ന് പറയുന്നത് പൈസയാണോ, എന്നിട്ട് കിട്ടിയിട്ട് എന്ത് ചെയ്യും. പണ്ടൊരു കഥയുണ്ട്, ഏറ്റവും പ്രഗത്ഭമായ രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണല്ലോ. അമേരിക്കയുടെ പ്രസിഡന്റ് ഹോളിഡേയ്സിൽ പുഴയുടെ അടുത്ത് പോയിട്ട് മീൻ പിടിക്കും, അതാണ് അയാളുടെ ഹോബി. ഓക്കെ, അങ്ങനെ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് അടുത്തൊരാൾ മീൻ പിടിക്കും. അപ്പോൾ അയാൾ ചോദിച്ചു എന്താ ചെയ്യുന്നത്. ഇയാളുടെ ധാരണ അങ്ങനെയുള്ള കുറേ വലിയ പൊസിഷനിലിരിക്കുന്നവർ ടൈം പാസിന് വന്നിട്ട് മീൻ പിടിക്കുന്നതാണ് ഇയാളെന്നാണ്. അപ്പോൾ അയാൾ വെച്ചാൽ എൻ്റെ പണി കണ്ടില്ല മീൻ പിടിക്കണം, അതല്ല ശരിക്കും എന്താ ചെയ്തത്, അല്ല ശരിക്കും എന്താ ചെയ്തത്, മീൻ പിടിക്കാം. ഇപ്പോഴല്ല, ഇപ്പോഴും ഞാൻ മീൻ പിടിക്കല്ലേ ചെയ്യണം, പക്ഷെ ഞാൻ അമേരിക്കൻ പ്രസിഡന്റാണ്, നിങ്ങൾ ആരാന്ന് പറ, ഞാൻ മീൻ പിടിക്കുന്ന ആളാണ്. ഇയാൾക്ക് പ്രതീക്ഷിക്കാനേ പറ്റില്ല അങ്ങനെ ജീവിക്കുന്ന ഒരാളുണ്ടാവും മീൻ പിടിച്ചിട്ട്. അപ്പോൾ വെച്ചെങ്കിൽ എത്ര കാലമായി, ഞാൻ 10-40 കൊല്ലമായി മീൻ പിടിക്കും. എന്നിട്ടിങ്ങനെ ഓരോ ചൂണ്ടയിലും മീൻ പിടിക്കുമോ 40 വർഷമായിട്ട് ആരെങ്കിലും? എന്ത് മണ്ടന നിങ്ങൾ, നിങ്ങൾക്ക് ഇതിൻ്റെ ട്രിക്കൊക്കെ നന്നായിട്ട് അറിയാം, കറക്റ്റായിട്ട് അറിയാം എവിടെയാണ് മീൻ വരുന്നത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇയാൾ ഗൈഡ് ചെയ്തു എങ്ങനെയാണ് പിടിക്കേണ്ടത്. ഇത്രയൊക്കെ ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, വലിയ വലയിട്ടിട്ട് കുറേ മീനിനെ പിടിച്ചൂടെ. എന്നിട്ട് എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാം, കുറേ അത്തരം ആൾക്കാരൊക്കെ പഠിപ്പിച്ചിട്ട് കുറേ ആൾക്കാരെ എംപ്ലോയ് ചെയ്തിട്ട് കുറേ മീൻ പിടിച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് വലിയ പ്രോസസ്സിങ് യൂണിറ്റ് തുടങ്ങിയിട്ട് എന്ത് ചെയ്യണം, അത് എക്സ്പോർട്ട് ചെയ്തിട്ട് കുറേ കാശുണ്ടാക്കിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് വലിയ വീടുകളൊക്കെ വലിയ സിറ്റികളിലൊക്കെ എടുത്തിട്ട് എയർ കണ്ടീഷൻ റൂമിലൊക്കെ താമസിച്ച് എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് ഹോളിഡേയ്സിൽ ഇവിടെ വന്നിട്ട് മീൻ പിടിച്ച് എൻജോയ് ചെയ്യും. ആണോ അല്ലയോ? അവസാനം എന്ത് ചെയ്യണം, ഇതൊക്കെ ഉണ്ടായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് എൻജോയ് ചെയ്യാൻ എവിടെയാ വരുന്നത് അല്ലേ? കാരണം എന്ത് മണ്ടനാ നിങ്ങൾ. ജീവിതത്തിൽ കുറേ സമയം കാശുണ്ടാക്കാൻ ചിലവഴിച്ചിട്ട് ഇടയ്ക്ക് വന്ന് എൻജോയ് ചെയ്യണോ, അല്ല സ്ഥിരമായിട്ട് എൻജോയ് ചെയ്യണോ? ഞാനിപ്പോൾ സ്ഥിരമായിട്ട് എൻജോയ് ചെയ്യാം, മനസ്സിലാവുണ്ടോ? അപ്പം ജീവിതത്തിൽ വേണ്ടത് എന്താണ്, എൻജോയ്മെന്റ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. വി ഷുഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഗിവ്സ് us പാഷൻ. എന്താണ് എൻ്റെ എൻജോയ്മെൻറ്റ്? അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കേണ്ടത് എൻജിനീയർ ആവാനാണ്, ഡോക്ടർ ആവാനാണ്. എങ്ങനെയുണ്ട് ജീവിതം? എങ്ങനെയുണ്ടോ ജീവിതം ചോദിക്കാറുണ്ടോ ഇവിടെ? ഉണ്ടോ ഇല്ലയോ? എങ്ങനെയുണ്ട് ജീവിതം? കുഴപ്പമില്ല. ഇങ്ങനെയുണ്ട് ജീവിതം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പോണെന്നാണ് പറയുക. എന്താ പറയുക അല്ലേ? അപ്പം ഞാൻ അവരോട് പറയുന്നത്, എന്തിനാ ഇങ്ങനെ പോണം, നിർത്തിക്കൂടെ പണി. ഇങ്ങനെയുണ്ട് ജീവിതം, ഇങ്ങനെ പോകണം, എന്തിനാ അങ്ങനെ പോണം, നിർത്തിക്കൂടെ പണി. നിങ്ങളുടെ മക്കളെ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് വീട്ടിൽ വന്നപ്പോൾ അമ്മ ചോദിക്കുകയാണ് മോളോട്, എങ്ങനെയുണ്ട് മോളെ ജീവിതം? ഇങ്ങനെ പോണു. അത് കേൾക്കാനാണോ ഇഷ്ടം? ഈ നന്നായിട്ട് പോണെന്ന് പറയണമെങ്കിൽ അമ്മ സ്ഥിരമായിട്ട് നന്നായിട്ട് പോണെന്ന് പറയുന്ന ആളാവും. എങ്ങനെയുണ്ട് മോളെ ജീവിതം? തമിഴിൽ എങ്ങനെ പറയാ അറിയാം? ഇപ്പടിയേ പോകുന്നു അല്ലേ? തെലുങ്കിൽ എങ്ങനെ പറയാ അറിയാം? ജരകത്തായത് എഴഞ്ഞ് പോണതാണ്.
കന്നഡയിൽ എങ്ങനെ പറയുന്നത്? നടി താഴ്തെ നടന്നു പോന്നിങ്ങനെ. സൗത്ത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ ബംഗാളിൽ പോയി ചോദിച്ചാൽ ബാലു അച്ഛേന്ന്. ഇവിടെ പണിയെടുക്കുന്ന ബംഗാളികളോട് ചോദിക്കും ക്യാമോൻ അച്ഛേന്ന് ചോദിക്കണ്ടേ? ക്യാമോൻ അച്ഛേന്ന് പകരം ബാലു അച്ഛേന്ന്. ഭയങ്കര ഹാപ്പിയാണെന്നാണ്. ഗുജറാത്തിൽ പോയി ചോദിക്കാം അപ്പോൾ ഒരു മജ മെച്ചേന്ന്. എന്താ പറയുക? എങ്ങനെയുണ്ട് ജീവിതം എന്ന് വെച്ചാൽ എന്ത് പറയണം? മജ മെച്ചേ. എന്താണ് മജ മെച്ചേ? നല്ല ഹാപ്പിയാണെന്നാണ്. കണ്ണൂരെത്തിയാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് ചുരുങ്ങി 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 ഇല്ലാണ്ടാവുന്നതാണ്. എൻ്റെ ഗുരു പറയാറുണ്ട്, ഇന്ത്യയുടെ മാപ്പ് പോലെയാണ് സന്തോഷം. അവിടെ വലിയ വീതിയാണ്. നിങ്ങൾ ഏതെങ്കിലും ഹിന്ദി സീരിയൽ കണ്ടാട്ടെ, ഗുജറാത്തി സീരിയൽ കണ്ടാട്ടെ, രാവിലെ എഴുന്നേറ്റ വീട്ടിൽ കുറേ ജിലേബിയും ഒക്കെ അടിച്ച് കയറ്റി നമുക്ക് യാത്ര പോകാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി വണ്ടിയെടുത്ത് ഓടിച്ച് പഞ്ചാബികളൊക്കെ പാട്ട് ബലേ ബലേ എന്നൊക്കെ ഇട്ടില്ലേ? ഇവിടെ എവിടെയും കാണുക അല്ലേ? കുനിഷ്ട് കുബുദ്ധി ആണോ അല്ലയോ? സ്ഥിരം അത് കണ്ടാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സന്തോഷിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് സ്ഥിതി. വീട്ടിൽ ഇങ്ങനെ എന്തരേപ്പി, എന്തിനാ ഇങ്ങനെ? അത് പാടില്ല. യു ഷുഡ് എൻജോയ്. എൻജോയ്. ഇങ്ങനെയുണ്ട് ലൈഫ്. എഴുത് LIFE. എൻ്റെ മിക്ക ബുക്കുകളുടെയും ഹെഡിങ് LIFE എന്നാണ്. ലൈഫ്. എന്താ അതിൻ്റെ ഫുൾ ഫോം? ലിവ് ഇൻ ഫുൾ എൻജോയ്മെൻറ്റ്. എന്താണ്? ലിവ് ഇൻ ഫുൾ എൻജോയ്മെൻറ്റ്. ഇപ്പം എങ്ങനെയുണ്ട് ജീവിതം? ഹാപ്പി. ഓക്കെ. അത് മാത്രം പോരാ, വെറുതെ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തീരും. അപ്പോൾ എന്ത് ചെയ്യണം? ലേൺ ഇൻ ഫുൾ എൻജോയ്മെൻറ്റ്. ഇപ്പോൾ ലേൺ ചെയ്താൽ എന്താ ഗുണം? ലേണിംഗ് ഈസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ഫ്യൂച്ചർ ഏണിംഗ്. നീ നല്ലോണം പഠിച്ചാൽ നാളെ നല്ലപോലെ കാശ് വരും. അപ്പം ഇങ്ങനെ ലൈഫിൽ കുറേ എക്സ്പാൻഷൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓട്ടെ. ഇപ്പം എന്ത് ചെയ്യണം? എൻജോയ് ചെയ്യണം. പക്ഷെ തൽക്കാലമല്ല, ലോങ് ടേം എൻജോയ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യണം. ലേൺ എന്ന് എഴുതും. LEARN. സാധാരണ നമ്മൾ ലേണിംഗ് ലൈസൻസിൽ എൽ ബോർഡ് ഉണ്ടാവില്ല. ലേണിംഗ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ല് കട്ട് ചെയ്യും. ആ എല്ല് കട്ട് ചെയ്യും. അപ്പം എന്താ കിട്ടിയ? ലേൺ. വൺസ് യു ഫിനിഷ് ലേണിംഗ് യു സ്റ്റാർട്ട് ഏണിംഗ്. സോ ഫസ്റ്റ് ലേൺ ദെൻ ഏൺ. കാശ് വേണം, ജീവിക്കാനുള്ള കാശുണ്ട്. അതാണ് അത്യാവശ്യം. പിന്നെ കാശുണ്ടാവുന്നൊന്നുമില്ല. ഇപ്പം എനിക്ക് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടോ? ഇല്ല. പക്ഷെ എനിക്കിങ്ങനൊരു മോളുണ്ട്. അപ്പോൾ ഫെസിലിറ്റി വരില്ലേ? ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളിതുവരെ കണ്ടിട്ടൊന്നുമില്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. എൻ്റെയോ? ആ. അപ്പോൾ നമ്മൾ അന്യോന്യം കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഏറ്റവും നല്ല ബന്ധം ആണ് നമ്മുടെ ഏറ്റവും നല്ല ധനം. എന്താണ് ഏറ്റവും വലിയ ധനം? ബന്ധമാണ്. നമുക്കൊന്നുമില്ലെങ്കിലും ഉള്ള ആരെങ്കിലും കൂടെ ഉണ്ടായാൽ ഡോണ്ട് ഹാവ് ടു വറി. അതിൽ ഏറ്റവും നല്ല ധനം എന്താണ്? ഏറ്റവും നല്ല ധനം എന്താണ്? ബന്ധം ഉണ്ടാവണമെങ്കിൽ ആർക്കാ ബന്ധം ഉണ്ടാവുക? നിങ്ങളൊക്കെ ഇവിടെ ഞാനുമായിട്ട് ബന്ധപ്പെടാൻ എന്താ കാരണം? What is that you made me to connect to you, or you made it to connect to me? അറിവ്. വിദ്യാധനം സർവധനാൽ പ്രധാനം. അതുകൊണ്ടാണ് ആ വാക്ക് പഠിച്ചത്. വിദ്യാധനം സർവധനാൽ പ്രധാനം. അപ്പോൾ എന്ത് ചെയ്യണം? പഠിക്കാം.
നമ്മളെല്ലാ ക്ഷേത്രത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? എന്ത് ഏറ്റവും നല്ല ദാനം എന്താ എഴുതത്? അന്നദാനം പരംദാനം എന്നാണ്. അന്നദാനം പരമോന്നതി എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും മുകളിലല്ലേ? അന്നദാനം പരംദാനം. അന്നദാനം എവിടെയെങ്കിലൊക്കെ ക്ഷേത്രത്തിൽ എഴുതി വെച്ച് കണ്ടാൽ പരംദാനം എഴുതി വെച്ച് കണ്ടാൽ എന്ത് ചെയ്യണം? ഒരു ഡബ്ബയിൽ കുറച്ച് പെയിൻറ് മേടിക്കുക, ഒരു ബ്രഷ് മേടിക്കുക, അത് പെയിൻറ് ചെയ്തിട്ട് തൂത്ത് കളയാം. എന്താ കാരണം? അത് തെറ്റാ. ഓക്കെ, അന്നദാനം അല്ല പരംദാനം. അത് എഴുതിയ കവി വേറെ 3 ലൈനും കൂടി എഴുതിയിട്ടുണ്ട്. അതാരും എഴുതാറില്ല. അതിന് മാത്രമേ ഇപ്പോൾ പ്രാധാന്യമുള്ളൂ. അതുകൊണ്ട് ഇന്നലെ നല്ലോണം വഴക്ക് പറഞ്ഞത്. അന്നദാനം പരംദാനം. ഇന്നലെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച എല്ലാവരും വൈകുന്നേരം എന്താ ഉച്ചക്ക് ദഹിച്ചിട്ടുണ്ടാവും, ഉണ്ടാവില്ല? അത് കഴിഞ്ഞാൽ രാത്രി ആരാ ഭക്ഷണം തരികയെന്ന് ആലോചിക്കും. രാത്രി ഭക്ഷണം കഴിച്ചാൽ രാവിലെ ആരാ തരികയെന്ന് ആലോചിക്കും. രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചക്ക് ആരാ തരികയെന്ന് ആലോചിക്കും. ഈ തന്ന ആളുടെ മുഖം ഓർമ്മയുണ്ടാവില്ല, കഴിച്ച സാധനം ഓർമ്മയുണ്ടാവില്ല. പക്ഷെ എന്നെ മറക്കുമോ നിങ്ങൾ? മറക്കുമോ? അന്നദാനം പരംദാനം, വിദ്യാദാനം അതത്പരം. അതിനും മുകളിലാണ് എന്ത് ദാനം? വിദ്യാദാനം അതത്പരം. അതിനും മുകളിലാണ് വിദ്യാദാനം. അന്നേന ക്ഷണികാ തൃപ്തി. അന്നേന ക്ഷണികാ തൃപ്തി. തൽക്കാലമായിട്ട് തൃപ്തി ഉണ്ടാവും. ഓക്കെ. യാവത് ജീവം ച വിദ്യയാ. വിദ്യയായാലോ മരിക്കുന്നത് വരെ ഓർക്കും. യാവത് ജീവം ച വിദ്യയാ. ഇതൊന്നും എഴുതിയെടുക്കണമെന്നില്ല. അന്നദാനം പരംദാനം ഡോക്ടർ TPS പഠിച്ച എവിടെയെങ്കിലും ഒരു വീഡിയോ കാണും. സുഭാഷിതങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ കവിതകൾ ഇതേപോലുള്ള ശ്ലോകങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ. അത് കേട്ടാൽ പോരാ, കണ്ടാൽ പോരാ, നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ദുഷ്ടന്മാർക്ക് അയച്ചു കൊടുക്കണം. ദുഷ്ടകൾക്കൊക്കെ അയച്ചു കൊടുക്കുക. കുറച്ചെങ്കിലും പഠിച്ചോട്ടെ. കാരണം അവരൊക്കെ കാശ് കൊടുക്കും. എന്തിന്? അന്നദാനത്തിന്. പലരും വരും. ഞാനൊക്കെ വീട്ടിലെത്തുമ്പോൾ ചോദിക്കും അന്നദാനത്തിന് കാശ്. ഞാൻ അത് കൊടുക്കാറില്ല. അവർ താൽക്കാലികമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കാര്യം കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇംഗ്ലീഷിലൊരു പ്രോവർബുണ്ട്. എന്താണ്? ഡോണ്ട് ഗിവ് ഫിഷ്, ടീച്ച് ദം ഹൗ ടു ഫിഷ്. നമ്മൾ എന്ത് കൊടുക്കരുത്? മീൻ കൊടുക്കരുത്, മീൻ പിടിക്കാൻ പഠിപ്പിച്ചാൽ മതി. മനസ്സിലായോ? മീൻ കൊടുത്തു കഴിഞ്ഞാൽ സ്ഥിരം കൊടുക്കേണ്ടി വരും. നമ്മൾ പിടിക്കാൻ പഠിപ്പിച്ചാലോ അവൻ പിടിച്ചോ. അതാണ് വിദ്യ. അപ്പം അതുകൊണ്ട് മക്കൾക്ക് കൊടുക്കേണ്ടത് ജോലിയല്ല, നല്ല പുത്രന്മാരാവാൻ പഠിപ്പിക്കണം. എൻ്റെ അമ്മയൊക്കെ സ്ഥിരം എനിക്ക് തന്നൊരു ആശീർവാദമുണ്ട്. കുറേ സ്വത്തുണ്ടായിരുന്നവരാണ്. 5 ലക്ഷം ഏക്കർ. 5 കാണുന്നതൊക്കെ ഞങ്ങളുടേതാണ്. കാരണം ജന്മിയാണ്. ഇന്ന് രാജഭരണം നമ്മുടെ ഭാഗത്തൊന്നുമില്ല. തിരുവിതാംകൂർ കഴിഞ്ഞാൽ, കൊച്ചിൻ രാജവംശവും കഴിഞ്ഞാൽ, പിന്നെ സാമൂതിരി കഴിഞ്ഞാൽ, പിന്നെ രാജാക്കന്മാരില്ല, നാട്ടുരാജാക്കന്മാരാണ്. അപ്പോൾ ആ സമയത്ത് കാണുന്ന സ്ഥലമൊക്കെ ഞങ്ങളുടേതായി. അമ്മയുടെ അച്ഛൻ്റെ ആയിരുന്നു. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ രാജാവുമായിട്ട് ഉടമ്പടി ഉണ്ടാവും. ആ സമയത്ത് എൻ്റെ അമ്മയുടെ അച്ഛന് ബ്രിട്ടീഷുകാർ അങ്ങോട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. യു ആർ ദ അതോറിറ്റി ഫോർ റവന്യൂ ആൻഡ് ലോ ആൻഡ് ഓർഡർ. ഇന്നത്തെ കലക്ടറുടെ ഓർഡറില്ല, കലക്ടറാണ് റവന്യൂ ലോ ആൻഡ് ഓർഡർ. അതേപോലെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത എൻ്റെ അമ്മയുടെ അച്ഛനുണ്ടായിരുന്നു. ഓക്കെ. അപ്പം അതൊക്കെ കുറേ ആൾക്കാർക്ക് വിട്ടുകൊടുത്തു. സ്ഥലങ്ങളൊക്കെ കുടിയാന്മാർ വരും. കോട്ടയത്തു നിന്നൊക്കെ കുറേ പേര് വരും. കോത്താഴത്തുകാരെന്നാണ് പറയാം. അതാണ് ഇന്നലെ കോത്താഴത്ത് എന്ന് പറഞ്ഞത്. കോട്ടയത്ത് നിന്നും ചങ്ങനാശ്ശേരി നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് അവിടെയൊക്കെ സ്ഥലം കൊടുത്തിരുന്നു ഫ്രീ ആയി. അപ്പോൾ ഓരോ സ്ഥലവും പോയ സമയത്ത് ഞാൻ അമ്മയോട് ചോദിക്കായിരുന്നു, ഇതൊക്കെ നമ്മുടെ കാര്യമില്ല, ഇപ്പോൾ പോയില്ല. അപ്പോൾ അമ്മ എന്നോട് പറയാറുണ്ട്, ലക്ഷണപുത്രൻ എന്തിനയ്യോ ധനം. എന്താണ്? ലക്ഷണ
ലക്ഷണം എന്ന് പറഞ്ഞാൽ അറിയാം, നല്ല മോന് എന്തിനാടാ കാശ്, ലക്ഷണപുത്രൻ എന്തിനയ്യോ ധനം, അലക്ഷണപുത്രൻ എന്തിനയ്യോ ധനം. നീ മോശം മോനാന്ന് വിചാരിക്കും, കുറേ സ്വത്ത് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? നല്ല മോന് കാശ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ രണ്ടാം കൊടുക്കേണ്ട, പിന്നെ എന്തിനീ കാശ്? അപ്പം ഞാൻ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ള ഏറ്റവും നല്ല അറിവ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ 3ാം ക്ലാസ്സിൽ ഡ്രോപ്പ് ഔട്ട് ആയ എൻ്റെ അമ്മയാണ്. ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്നു സ്കൂളിൽ. 3ാം ക്ലാസ്സേ സ്കൂളിലുള്ളൂ, പിന്നെ സ്കൂളില്ല. പിന്നെ വേണമെങ്കിൽ അടുത്ത സ്ഥലത്ത് പോകണം, അവിടത്തേക്ക് 20 കിലോമീറ്റർ നടക്കണം. അത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വില്ലേജിൽ സ്കൂളൊക്കെ. അപ്പോൾ അതുവരെ പഠിച്ചിട്ടുള്ളൂ. അച്ഛനോ 0 ക്ലാസ്, സ്കൂളിൽ പോയിട്ടേ ഇല്ല. പക്ഷെ ആ സമയത്തും ഈ പഠിപ്പിച്ചിട്ടുള്ള കുറേ സംഭവം എങ്ങനെ ജീവിക്കണം. ഓക്കെ, ഇപ്പോൾ പൊസിഷനോ പവറോ വിദ്യാഭ്യാസമോ ബാങ്ക് ബാലൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ, എൻ്റെ ബ്രദർ IFS ആണ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസാണ്. മറ്റേ നീല ഗ്ലാസ് വെച്ച് വാങ്ങാന്ന് വെച്ചിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകാനുള്ള അധികാരമുള്ള ആയിരുന്നു അദ്ദേഹം. നാട്ടിൽ വന്നാലും ജനങ്ങൾ നമ്മളോട് നമസ്കാരം പറയുന്നത് നമ്മുടെ പൊസിഷനോ പവറോ ഒന്നും കണ്ടിട്ടല്ല, നാരായണൻ നമ്പ്യാരുടെ മകനാന്നുള്ള ഒറ്റ അറിവ്. അച്ഛൻ നല്ലവനായതുകൊണ്ടാണ് നമുക്ക് ബഹുമാനം കിട്ടുന്നത്. ഓക്കെ, അപ്പം മക്കൾക്ക് എന്താ കൊടുക്കാൻ പറ്റുക? ഇന്നാളുടെ മകളാണ്, ഇന്നാളുടെ മകനാണ് എന്നൊരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, അതുണ്ടാക്കാൻ പറ്റിയാൽ രക്ഷപ്പെട്ടു. അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അത് അച്ഛനും അമ്മയാവണമെന്നില്ല, ഗുരുക്കന്മാരാവാം. നമ്മളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഏത് ക്ഷേത്രത്തിൽ പോയാലും ഉടനെ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ ഇന്ന ആളുടെ ശിഷ്യനാണ്. ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാട് ശിഷ്യനാണെന്ന് പറഞ്ഞാൽ ഏത് നമ്പൂരി എന്നിട്ട്. കാരണം കേരളത്തിൽ അറിയപ്പെടുന്ന തന്ത്രശാസ്ത്രം എങ്ങനെ ക്ഷേത്രം ഉണ്ടാക്കണമെന്ന് ബുക്ക് എഴുതിയിട്ടുള്ള ഏക ആൾ എൻ്റെ ഗുരുവാണ്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ യാത്ര ചെയ്യുക, അവരുടെ കൂടെ കടന്നുറങ്ങാൻ ആ ഒരു ഭാഗ്യം കിട്ടുമ്പോൾ നമുക്കൊരു ഇഷ്ടം. അപ്പോൾ മക്കളെ ആരാക്കണം എന്ന് ചോദിച്ചാൽ നല്ല ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാൻ സാധിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. ബാക്കിയൊക്കെ പിന്നെ നോക്കും. അതുകൊണ്ട് അച്ഛനും അമ്മയും അല്ല ചിലപ്പോൾ ഗൈഡ് ചെയ്യണം. അവർ ചെയ്യേണ്ടത് എന്താണ്? ആ ലെവലിൽ നിന്ന് വേറൊരിടത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ അവരേറ്റെടുത്തു. നിങ്ങൾക്ക് ആ തോന്നലുണ്ടാവണം. അത്രയും. എനിക്ക് അച്ഛൻ മരിച്ചത് 4 വയസ്സുള്ളപ്പോഴാണ്. പിന്നെ എനിക്ക് അച്ഛനായി തോന്നിയിട്ടുള്ളത് ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാടാണ്. അങ്ങനെയാണ്. അപ്പം എന്നോട് ചോദിക്കും, ഞാൻ ഒരിടം വരെ പോകുന്നുണ്ട്, താൻ വരുവോടോ എൻ്റെ കൂടെ? ഓ, എവിടെയാണെന്ന് ചോദിക്കാറില്ല, എപ്പോഴാണ് പോകണമെന്ന് ചോദിക്കാറില്ല. എന്നാൽ നമ്മൾ കൈലാസം വരെ പോവാം, ഞാൻ കാശ് അടച്ചിട്ടുണ്ട് തൻ്റെതും കൂടെ. ആലോചിച്ചൊക്കെ ഗുരുവിന് എന്ത് ധൈര്യത്തിലാണ് അങ്ങനെ പറയാൻ പറ്റണേ? ഞാൻ അവിടെ ഇവിടെയും പണിയില്ലാണ്ടാക്കുന്നതല്ല, ഞാൻ സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സയൻറ്റിസ്റ്റ് ആശ്രയം. അപ്പോഴും അറിയാം ഞാൻ കാശ് അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായാലും ഇയാൾ എല്ലാം ക്യാൻസൽ ചെയ്ത് വരുന്നു. അതാണ് ധൈര്യം. കാരണം അവിടുന്ന് പഠിക്കാൻ പറ്റുന്നത് പിന്നെ പഠിക്കാൻ പറ്റില്ല, അത് അവിടെയേ പഠിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം നല്ല സത്സംഗം അത്യാവശ്യമായിട്ട് വേണ്ടോ. അച്ഛനും അമ്മയും അന്ധന്മാരാവരുത്. ഇന്നലെ ഞാൻ ആ കഥ പറഞ്ഞു. അച്ഛനും അമ്മയും അന്ധരായാൽ മക്കൾ ശകുനിയുടെ കൂടെ പോകും. കഥ മനസ്സിലായി? അച്ഛനും അമ്മയും അന്ധന്മാരായാൽ മക്കൾ ശകുനിയുടെ കൂടെ പോകും. അച്ഛനില്ലെങ്കിലും കുഴപ്പമില്ല, മിക്കവാറും വീടുകളിൽ അച്ഛൻ ഉണ്ടാവാറുണ്ട്. പേരിന് അച്ഛനുണ്ടെങ്കിലും വലിയ ഗുണമൊന്നും സാധാരണ ഉണ്ടാവാറില്ല. ഇപ്പം ഈ വന്നിട്ടുള്ളവരിൽ മിക്കവാറും അമ്മമാരല്ലേ മക്കളെ കൊണ്ടുവന്നിരിക്കണം. എൻ്റെ അച്ഛന്മാർ വരാത്തത് അന്ധന്മാരാ. അതാണ് കഥ. അതല്ലെങ്കിൽ എന്തുണ്ടാവും? ഉണ്ടാവില്ല. ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ലാത്തവ. അപ്പോൾ അമ്മ ആരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു മക്കളെ? കൃഷ്ണൻ്റെ അടുത്തേക്ക് പറഞ്ഞു. അതാണ് ധർമ്മപുത്രരും ദുര്യോധനും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഈ കഥ പഠിപ്പിക്കുന്നത് നമ്മളെ എങ്ങനെ മക്കളെ വളർത്തണം എന്നറിയണമെങ്കിൽ പഴയ ഇതിഹാസങ്ങളും പുരാണങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് കുറേ കഥകൾ, അതൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് ധർമ്മശാസ്ത്രം. പിന്നെ നിങ്ങൾക്കിങ്ങനെ ഇരുന്നിട്ട് ശീലമില്ലല്ലോ. എനിക്ക് ശീലമില്ല. ഇപ്പം എത്ര സമയത്രയും അറിയാം. ഇത്രയും 1 മണിയായി. അറിഞ്ഞോ എന്തേ മധ്യപ്രദേശ് വർക്ക് ചെയ്യാത്തത്? എന്തേ മധ്യപ്രദേശ് വർക്ക് ചെയ്യാത്തത്? ഉത്തർപ്രദേശ് വർക്ക് ചെയ്യുമ്പോൾ മധ്യപ്രദേശ് വർക്ക് ചെയ്യില്ല.
ശരിയാണ്. നല്ല തലവേദന വരുമ്പോൾ സിനിമാ തിയേറ്ററിൽ പോവാം. സിനിമ കാണാം. കണ്ടോ? ഒരു ജാതി ജാതകം കണ്ടോ? ഞാൻ സിനിമ വന്നേ അറിഞ്ഞില്ല. ഇത് റെക്കോർഡ് ചെയ്യും. മോഹനൻ, എൻ്റെ ഡയറക്ടർ മോഹനൊക്കെ എൻ്റെ അടുത്ത സുഹൃത്താണ്. മോഹൻ ഇത് കണ്ടാൽ പറയും എനിക്ക് ഒത്തിരി ഫേമസ് ആയിട്ടുള്ള എൻ്റെ സിനിമ. വിനീതിൻ്റെ അമ്മാവനാണ്. ആ അമ്മാവൻ്റെ പെണ്ണ് കാണൽ ചടങ്ങിൻ്റെ തമാശകളാണ് ഡയറക്ടറുടെ സ്വന്തം അനുഭവമാണ് സിനിമയാക്കി മാറ്റിയത്. ഒരു ജാതി ജാതകം. നമ്മുടെ നാട്ടുകാരനാണ്. ശ്രീനിവാസൻ്റെ ബ്രദറിലോ ആണ് മോഹൻ. അതേ സമയത്ത് ഇറങ്ങിയ വേറൊരു സിനിമയാണ് പൊൻ മാൻ. പൊൻ മാനല്ല, പൊൻ മാൻ. പിന്നെ അതേ സമയത്ത് ഇറങ്ങിയ വേറൊരു സിനിമ ഇപ്പം ദേശക്കാരൻ. പിന്നെ പുറത്ത് വെക്കുമോ? യു ഷുഡ് ഓൾസോ കം. തലവേദന എടുക്കുന്ന സിനിമ കാണാനാണോ? അതൊക്കെ മറന്നു പോകും. തലവേദന മറക്കില്ല. ആരെങ്കിലും സിനിമാ തിയേറ്ററിൽ പോയിട്ട് വയറുവേദനയാണ്, കാലുവേദനയാണ്, തലവേദനയാണെന്നൊക്കെ പറയാറുണ്ട്. ക്ലാസ്സിലിരിക്കുമ്പോഴോ? അതെന്താ കാരണം? അവിടെ നമുക്ക് എൻജോയ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ കോൺസെൻട്രേഷൻ. ക്ലാസ്സിലിരിക്കുമ്പോഴോ എൻജോയ്മെൻ്റ് ഇല്ല, കോൺസെൻട്രേഷൻ ഇല്ല. എന്താ കാരണം? എന്താ താല്പര്യമില്ലാതെ കാരണം? ഞാനിപ്പോൾ ചോദിച്ചത് 3 സിനിമയുടെ പേര് പറഞ്ഞു. നാളെ ക്ലാസ്സിൽ പോയി ഇരുന്നാൽ ഏത് പാഠമാണ് പഠിക്കാമെന്ന് ഇന്ന് ആലോചിച്ചിട്ടാണ് പോകുന്നത്. സിനിമക്ക് പോകുമ്പോഴോ അതിനെക്കുറിച്ച് ആലോചിക്കും. ആരാ അഭിനയിച്ചതെന്ന് ആലോചിക്കും, ആരാ ഡയറക്റ്റ് ചെയ്തതെന്ന് ആലോചിക്കും, ആരാ പാട്ട് എഴുതിയെന്ന് ആലോചിക്കും, എവിടെയാണ് ഷൂട്ട് ചെയ്തതെന്ന് ആലോചിക്കും, അതിൻ്റെ പോസ്റ്റർ കാണും. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്. ക്ലാസ്സിൽ പോകുമ്പോൾ ഇപ്പോൾ ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്തിട്ട്. നിങ്ങളൊക്കെ ഇവിടെ വന്നു, പക്ഷെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട വന്നു. നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരുന്നു എന്ന് വിചാരിക്കും. എന്നോട് ചോദിക്കാൻ 100 ചോദ്യങ്ങൾ. എന്താ മനസ്സിലായോ? സോ ദ മോർ യു പ്രിപ്പയർ ഇറ്റ് ബിക്കംസ് മോർ ഇൻട്രസ്റ്റ്. എപ്പോഴും പ്രിപ്പയർ ചെയ്യും. മക്കളെ പ്രിപ്പയർ ചെയ്യും. നാളെ എന്താണ് എടുക്കാൻ പോകുന്നത് ഇന്ന് പഠിച്ചിട്ട് പോകാം. ഞാൻ മഹാമോശം സ്റ്റുഡൻ്റായിരുന്നു ഈ പ്രായത്തിലൊക്കെ. 11ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും തോറ്റതാണ്, മലയാളത്തിലൊഴികെ. 12ാം ക്ലാസ്സിൽ കഷ്ടി രക്ഷപ്പെട്ടു പോയി. പക്ഷെ BSc കയറിയ സമയത്ത് ഞാൻ ആലോചിച്ചു ഇനി ഞാൻ നന്നാണ്. എന്ത് ചെയ്തു? പഠിക്കുന്ന കംപ്ലീറ്റ് ടെക്സ്റ്റും പഠിച്ചിട്ടാണ് ഞാൻ ക്ലാസ് പോയിരിക്കുക. മാത്തമാറ്റിക്സ് അടക്കം കംപ്ലീറ്റ് പഠിച്ചങ്ങോട്ട് പോയി. ഇപ്പോൾ ടീച്ചർമാർ ബുക്ക് നോക്കിയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ബുക്ക് നോക്കാണ്ടിരുന്നാലും എനിക്ക് പറയാം അടുത്ത സെൻറ്റൻസ് ചെയ്യണം. അങ്ങനെ ബൈഹാർട്ട് എടുത്തിട്ടാണ് പോയി. എവിടെയെങ്കിലും തെറ്റുമ്പോൾ ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും തെറ്റാ. കാരണം ടീച്ചർമാർ ചിലപ്പം പുസ്തകത്തിൽ നിന്ന് എഴുതി നോട്ടിലാക്കിയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. ആ എഴുതുമ്പോൾ അവർക്ക് വിശക്ക് പറ്റിയാൽ ഞാൻ പറഞ്ഞു കൊടുക്കും തെറ്റാണ്. അങ്ങനെ പഠിച്ചു. അന്ന് ഞങ്ങൾക്ക് ഷേക്സ്പിയർ, മാക്ബത്തൊക്കെ പഠിക്കണ്ടേ. ഞാൻ മാക്ബത്ത് പഠിക്കുന്ന ക്ലാസ്സിലിരിക്കുന്നത് മാക്ബത്ത് ഫുൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടായിരിക്കാം. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് ക്ലാസ്സിലിരുന്ന് എങ്ങനെ ഇരിക്കും? ഓരോ വാക്കും മാഷ് പറയുമ്പോൾ അയാൾ ഡിക്ഷണറിയൊക്കെ നോക്കിയിട്ട് എഴുതി വെച്ചിട്ട് കഷ്ടപ്പെട്ട് പറയുമ്പോൾ നമ്മളിങ്ങനെ ബൈഹാർട്ടാണ്. നല്ലപോലെ പ്രിപ്പയർ ചെയ്യും. മക്കളെ പഠിപ്പിക്കേണ്ടത് പഠിപ്പിച്ചു കഴിഞ്ഞ് എക്സാമിന് പോകുമ്പോഴല്ല, പഠിക്കാൻ പോകുന്ന വിഷയം വീട്ടിലിരുന്ന് പഠിച്ചിട്ട് പോയിട്ട് ക്ലാസ്സിൽ നിൽക്കും. അപ്പോൾ എങ്ങനെ ഇരിക്കും പറയും? ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴി ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇരിക്കും? നിങ്ങൾ പറയും തെറ്റുമ്പോൾ ഞാൻ പിടിക്കാൻ തുടങ്ങും. പറയില്ലേ? ഇല്ലേ? നിങ്ങൾക്കറിയുന്ന വഴി ഞാൻ വരാൻ ഇന്ന വഴിയൊക്കെ വന്നാൽ മതിയോ? തെറ്റുമ്പോൾ ഞാൻ പിടിക്കുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന ടീച്ചർ പറഞ്ഞു ഞാൻ പിടിക്കാം. എവിടെ തെറ്റുമ്പോഴും അപ്പോൾ പിടിക്കും. എന്ത് രസമായിരിക്കും എന്ന് ആലോചിച്ചപ്പോൾ പറഞ്ഞു. അത് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെങ്കിൽ പ്രിപ്പയർ ചെയ്യും. ബ്രില്യൻസ്, ആ വാക്ക് ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്, അറിവില്ല. അവർ ലോകം കണ്ടിട്ടില്ല, ഇത് പഠിച്ചാൽ എവിടെ പോകാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ടില്ല. അവർ ലോകം കാണും,
പണ്ട് കുഞ്ഞുണ്ണി മാഷ് ഇതിന് ഉത്തരം പറഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ്സിലേക്ക് 11ാം ക്ലാസ്സിലേക്ക് വിടുന്നതിന് പകരം അവരെ 1 കൊല്ലം ഭക്ഷണം കൊടുക്കാതെ വീട്ടിൽ നിന്ന് തച്ച് പുറത്താക്കും. അവർ തെണ്ടും, ഒരു പണിയും കിട്ടാതെ ജോലി കിട്ടാതെ തെണ്ടി തിരിച്ചു വന്നിട്ട് പറയും, അമ്മ എനിക്ക് 11ാം ക്ലാസ്സിൽ എന്നെ ഒന്ന് ചേർക്കുന്നു. ഒരു ചെറിയ മകനുണ്ട്, അവൻ പഠിക്കാൻ തീരെ താല്പര്യമില്ല. ഒരു കുഴപ്പമില്ല മോനെ, നീ പഠിക്കേണ്ടത്. പിറ്റേ ദിവസം രാവിലെ തൊഴുത്തിൽ ചാണകം വാരാൻ പറഞ്ഞു, രാവിലെ മുതൽ വൈകുന്നേരം വരെ. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നീ ഒന്ന് സ്കൂളിൽ പോകാൻ പഠിക്കോ. മനസ്സിലായോ? പോയിക്കോട്ടെ, ഇവിടെ ഇങ്ങനെ ഉണ്ടായിട്ട് ഇപ്പം എന്താ കാര്യം? എന്തായാലും നാട് വിട്ട് പോകും. വീട്ടൊക്കെ കഴിയുമ്പോൾ നാട് വിട്ട് പോകും. നമ്മൾ അധികം കെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. ഡോണ്ട് കെയർ ദം ടു മച്ച്, ജസ്റ്റ് ലീവ് ദം. അത്യാവശ്യമായിട്ട് ചെയ്തു. ഞാനൊക്കെ അങ്ങനെ വന്നാൽ ശരിക്കും തണ്ടിട്ടു. +1 +2 10ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും 8ാം ക്ലാസ്സിലൊക്കെ എല്ലാ വിഷയത്തിലും തോറ്റിട്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. ടീച്ചർമാർ സ്കൂളിൽ നിന്ന് TC എന്നിട്ട് പുറത്താക്കിയതാണ്. അതേ സ്കൂളിൽ തിരിച്ചു പോയി A+ കിട്ടിയ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കും. അപ്പോൾ നമ്മൾ തീരുമാനിക്കണം, ഞാൻ മാറും എന്ന് സ്വന്തം തീരുമാനിക്കുന്നൊരു സമയം വരും. അപ്പോൾ ഇപ്പോൾ ഈ ഉച്ച വരെ പറഞ്ഞത് എന്താണ്, ഞാൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയെന്നൊരു 3 സെൻറ്റൻസ് എങ്കിലും എഴുതും. ഫാസ്റ്റായിട്ട് എഴുതും. അതാണ് ഡോക്യുമെൻറ്റേഷൻ. വാട്ട് ഈസ് യുവർ ടേക്ക് അവേ? എന്താണ് മനസ്സിലാക്കിയത്? മനസ്സിലാക്കിയത് എന്താണ്? വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ടാഗ് ലൈനായാലും മതി, ഒരു വേർഡായാലും മതി. അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു വാക്ക്. നല്ല ഭംഗിയിൽ എഴുതണം. ഞാൻ പടം എടുക്കുമായിരുന്നു, അതുകൊണ്ടാണ്. നിങ്ങളുടെ ഫുൾ നോട്ടിൻ്റെ പടം എടുക്കും. ഒന്നോ 2ഓ 3ഓ സെൻറ്റൻസ് എഴുതാം. നോക്കിയാട്ടെ ഈ കുഞ്ഞൊക്കെ എഴുതുന്നത്. എൻ്റെ ഭഗവാനെ, എന്താണാവോ എഴുതുന്നത്? അറിയാൻ ആഗ്രഹമില്ലേ? ഈ മോളെന്തോ എഴുതുന്നത് അറിയാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? എന്തോ എഴുതുന്നുണ്ട് കാര്യമായിട്ട്. നോക്ക്, ഇയാള് ഈ ചോട്ടു അവനും എഴുതുന്നുണ്ടോ? എഴുതി വേണം. എന്താണ് ഇന്ന് പഠിച്ചത്? എന്താ പഠിച്ചത്? അറിയാം, എന്താ വായിക്കാം? അതാണ് അത് ഞാൻ പറഞ്ഞു. ക്ലാസ് മതിയാക്കണം എന്നാണോ പറയണത്? ആ, നേരിട്ട് പറഞ്ഞാൽ പോരെ, ഇങ്ങനെ എഴുതിയിട്ട് പറയണം. ആ ആ, അതാണ് പ്രശ്നം. അതിന് വേറൊരു കാര്യമുണ്ട്. പക്ഷെ കെയർഫുൾ കെയർലെസ്നെസ് അത് കണ്ടിട്ടുണ്ടോ? നല്ല മുടിയൊക്കെ ചീകി റെഡിയാക്കിയിട്ട് കണ്ണാടി മുമ്പിൽ ഇങ്ങനെയൊക്കെ വരും. അത് കെയർഫുള്ളായിട്ട് ചീകിയിട്ട് പിന്നെ കെയർലെസ് ആക്കും. ചിലരങ്ങനെയാണ്. ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് നടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നടിക്കും. അത് മനസ്സിലാകാത്ത അടുത്ത കാലത്ത് ഒരാളോട് ചോദിച്ചു എങ്ങനെയുണ്ട് ജീവിതം എന്ന്. പറഞ്ഞു, സുഖമില്ലായ്കയില്ല, തീരെ സുഖമില്ലാണ്ടില്ല. എന്താ പറഞ്ഞേ? തീരെ സുഖം ഇല്ലാണ്ടില്ല എന്നാ അതിനർത്ഥം. തീരെ സുഖമില്ലാണ്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം. അയാൾക്ക് സ്ഥിരമായിട്ട് അസുഖങ്ങളാണ്, അത് തീരെ മോശമായിട്ടില്ല എന്നർത്ഥം. ആ, അതാണ്. നമ്മളൊക്കെ തീരെ സുഖമില്ലാണ്ടില്ലാത്തവരാണ്. ഗുഡ്. ഒന്ന് മതി, ഒരു പോയിന്റ്. തിരിച്ചു വരാം. വേറെ ആരും വായിച്ചിട്ടില്ലെങ്കിൽ തിരിച്ചു വരാം. പിന്നെ റീഡിങ് മാത്രം പോരാ, ലേണിംഗ് ആണ്. റീഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് കുറേ നോട്ടീസ് ബോർഡൊക്കെ വായിക്കും. പക്ഷെ ആവശ്യത്തിന് അത് ഓർമ്മ വരും. ലിസണിങ് ആണ്, ഹിയറിംഗ് അല്ല. ലിസണിങ് ആണ്. ഐ ഹേർഡ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ലിസണിങ്. അതുപോലെ റീഡിങ് അല്ല, ലേണിംഗ്. ഇറ്റ് ഷുഡ് റിസൾട്ട് ഇൻ ലേണിംഗ്. പക്ഷെ ലേണിംഗ് റീഡിങ് മാത്രം ആവണമെന്നില്ല. റീഡ് ചെയ്താലും പഠിക്കണമെന്നില്ല, അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റീഡിങ് പഠനമാക്കണമെങ്കിൽ ആ വായിക്കുമ്പോൾ യു ഷുഡ് ജഡ്ജ്, യു ഷുഡ് ക്രിട്ടിസൈസ്, യു ഷുഡ് അനലൈസ്, കമ്പയർ. ഇതൊക്കെ ചെയ്യണം.
ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴേ മനസ്സിലാവും. ഇത് വെറുതെ വായിച്ചുകൊണ്ട് കാര്യം. വായിക്കണം, അനലൈസ് ചെയ്യണം, ജഡ്ജ് ചെയ്യണം, ക്രിട്ടിസൈസ് ചെയ്യണം. ഇങ്ങനെയല്ല, അങ്ങനെ പറയാം, ഇങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ്? അപ്പോൾ അതിന് നമ്മുടെ മനസ്സിലൊരു ചെറിയ അനാലിസിസ് ഒക്കെ നടക്കും. ഇപ്പം മനസ്സിലായി? അടുത്തത് ഉറക്കെ നിങ്ങോട്ട് പറ, ഉറക്കെ പറ. എന്താ പേര്? ഗൗരി പറ. എന്തിന്? എന്തിന്? ഒരു എക്സാമ്പിൾ പറ. വായിച്ച് പഠിച്ചിട്ട് പോവാം. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th-ലാണ്. 8th പഠിക്കുന്ന ഏറ്റവും നല്ല ഫ്രണ്ട് ആരാ? സുഹൃത്ത്. കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ്സിൽ ഏറ്റവും നല്ല ക്ലാസ്മേറ്റ് ആണ്? അതാ. ഈ 4 ആളും തീരുമാനിക്കുക ഇന്നു മുതൽ. മനസ്സിലായോ? ചാപ്റ്റർ പഠിച്ചിട്ടാണ് വരിക. വന്നു കഴിഞ്ഞാൽ ഞാനൊരു ചോദ്യം ചോദിക്കും. ആ പഠിച്ച ഭാഗത്ത് നിന്നൊരു ചോദ്യം ചോദിക്കാം. അപ്പം നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ അടുത്ത ആൾ ചോദിക്കുന്നു, ആരാണ് എൻ്റെ ആർട്ട് ഡയറക്ടർ? അങ്ങനെ ചോദിക്കുമല്ലോ. ഏതാ പാട്ട് എന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുമല്ലോ. അതുപോലെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന വിഷയം അന്യോന്യം ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അത് ഡിസ്കഷൻ കഴിയും. അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് വേണം ക്ലാസ്സിൽ. ഗുഡ്, വണ്ടർഫുൾ. മാറും. പിന്നെ full of enjoyment. Education is edutainment. Education plus entertainment is called edutainment. Education അല്ല വേണ്ടത്, edutainment ആണ് വേണ്ടത്. You must enjoy. പിന്നെ always think creatively. Creativity. എൻ്റെ TEDx ലെക്ചർ ഉണ്ട്. അതിന് മുമ്പ് ഒരു ലെക്ചർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈദരാബാദ്. അതിൻ്റെ ഹെഡിങ് തന്നെ ക്രിയേറ്റിവിറ്റി ടു ദ പവർ ഓഫ് ഇൻഫിനിറ്റി. ക്രിയേറ്റിവിറ്റി ടു ദ പവർ ഓഫ് ഇൻഫിനിറ്റി. TEDx ഡോക്ടർ TPS അടിച്ചാൽ ആ ടോക്ക് ക്രിയേറ്റിവിറ്റി ടു ദ പവർ ഓഫ് ഇൻഫിനിറ്റി, ഹയസ്റ്റ് ക്രിയേറ്റിവിറ്റി ആണ്. പിന്നെ കമോൺ എല്ലാവരും പറയട്ടെ. You should share the knowledge. ഷെയർ. വെൻ യു ഷെയർ, എനിക്ക് 10 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ 10 രൂപ ഇയാൾക്ക് തന്നു, ഇയാളുടെ 10 രൂപ ഇയാൾക്ക് കൊടുക്കും. എല്ലാവരുടെ അടുത്തും 10 രൂപ ഉണ്ടാവുള്ളൂ അവസാനം. പക്ഷേ എൻ്റെ നോളജ് വേറൊരാൾക്ക് ഷെയർ ചെയ്തു, അയാൾ വേറൊരാൾക്ക് ഷെയർ ചെയ്തു. അങ്ങനെ ഷെയർ ചെയ്താൽ നമ്മുടെ കൂടെ കിട്ടുന്ന നോളജ് എത്രയാവും? കുറേ കിട്ടും, ഇല്ലേ? അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇറ്റ് സ്റ്റാർട്ട്സ് ഡബിളിങ്. നോളജ് മാത്രമേ ഉള്ളൂ ഷെയർ ചെയ്യുമ്പോൾ ഡബിൾ ആവുന്ന സമയം, ട്രിപ്പിൾ ആവും. സോ യു ഷുഡ് സ്റ്റാർട്ട് ഷെയറിങ് നോളജ്. പിന്നെ സെറ്റ് യുവർ ഗോൾ, ബട്ട് കീപ് ചേഞ്ചിങ് ഇറ്റ്. ഒരേ ഗോൾ തന്നെ സ്ഥിരമായിട്ട് വേണമെന്ന്, പക്ഷെ ഒരു നിമിഷം എന്താണെന്ന് ആലോചിക്കും. അപ്പോൾ നമ്മൾ ട്രിപ്പിന് പോയി, ടൂറിന് പോയി, ഏതോ സ്ഥലത്ത് പോകാൻ പോയപ്പോഴാണ് അവിടെ റോഡ് ബ്ലോക്ക്. അപ്പോൾ ആലോചിക്കും ഇതിനടുത്ത് വേറെ എന്തെങ്കിലും കാണാനുണ്ടോ, ഇല്ലേ? അതുപോലെയാണ് ജീവിതം. ഒരു കാര്യം സംഭവിച്ചില്ല വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, വേറെ എന്താ ഓപ്ഷൻ ആലോചിക്കും. ദർ ആർ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. വെൻ വൺ ഡോർ ക്ലോസസ് മെനി ഡോർസ് ഓപ്പൺ. എന്താണ്? വൺ ഡോർ ക്ലോസസ് മെനി ഡോർസ് ഓപ്പൺ. എൻ്റെ ഒരു ബുക്കുണ്ട്, ലൈഫ് മെയ്ഡ് സിമ്പിൾ. അതിൽ കുറേ ഫിലോസഫിയിൽ ഒരു ഫിലോസഫി, once you miss a bus, എന്താ പറ്റുക? പോയോ? യു ഗെറ്റ് ലോട്ട് ഓഫ് ബസ്സസ്. ഒരു ബസ് മിസ്സായാൽ വേറെ കുറേ ബസ് കിട്ടുള്ളൂ. ഒരു ബസ് കയറിയാലോ കുറേ ബസ് മിസ്സായി. ഏതാ നല്ലത്? Once you get into a bus, you miss lot of buses. Once you miss a bus,
യു ഗെറ്റ് ലോട്ട് ഓഫ് ബസ്സസ് ആണോ അല്ലയോ? ഇപ്പോഴേ അയാൾക്ക് സംഭവം മനസ്സിലായി. ഒരാളെ വിവാഹം കഴിച്ചാൽ തീർന്നു കഥ. അല്ലെങ്കിൽ എത്രയോ ഓപ്ഷൻസ് അല്ലേ? നമ്മൾ ചില ബസ്സിലൊക്കെ കയറിയിട്ട് ഇത് ഫുൾ കാലിയായിരുന്നു കേട്ടോ, അതിനകത്ത് കയറാൻ ആലോചിക്കാറില്ല ഇല്ലേ? ജീവിതത്തിൽ മിസ് ചെയ്തു എന്ന് പറയുന്നൊരു സംഭവമില്ല. ഓപ്ഷൻസ് ഇഷ്ടം പോലെ. എൻ്റെ ഒരു ഗുരുവുണ്ട്, നിത്യ ചൈതന്യ എഴുതി. ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ കുറേ വായിച്ചിട്ടുള്ളതാണ് ഇത് എഴുതിയത്. എഴുതി നല്ല തമാശ പറഞ്ഞു. ഏതോ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു എൻ്റെ ബോയ് ഫ്രണ്ട് എന്നെ വിട്ടുപോയി അല്ലെങ്കിൽ ഓക്കെ. അപ്പം അയാൾ ചോദിക്കും കഷ്ടട്ടോ, എൻ്റെ ഗേൾ ഫ്രണ്ട് തന്നെ വിട്ടുപോയോ, കഷ്ടം. ഇത്രയും കഷ്ടം എനിക്ക് വേറെ ആരെയും കിട്ടൂലല്ലോ, അതിനേക്കാളും കഷ്ടം എന്താ, എനിക്ക് വേറെ ആരെയും കിട്ടൂലല്ലോ എന്നാണ് ഏറ്റവും വലിയ കഷ്ടം. അങ്ങനെയുണ്ടോ? ഇല്ല, ഒക്കെ ചുമ്മാ തോന്നുന്നു. നോബഡി ഈസ് ഇൻഡിസ്പെൻസിബിൾ ഇൻ ദ വേൾഡ്. ആദ്യം മനസ്സിലാക്കുക, നോബഡി ഈസ് ഇൻഡിസ്പെൻസിബിൾ ഇൻ ദ വേൾഡ്. ഇന്ദിരാഗാന്ധി മരിക്കുമ്പോൾ നമ്മൾ വിചാരിച്ച ഇന്ത്യ ആകെ തുറഞ്ഞു പോയത്, എന്നിട്ട് തുറഞ്ഞു. ആര് പോയാലും ഒരു കുഴപ്പമില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ചത്തുപോയാൽ ആകെ പ്രശ്നമായി കിട്ടും. ഒരു പ്രശ്നവും. പിറ്റേ ദിവസം രാവിലെ ചട്നിക്ക് ഉപ്പില്ലെങ്കിൽ അത് വേണമെന്ന് പറഞ്ഞിട്ടേ മുക്കി കഴിക്കുള്ളൂ. പിറ്റേ ദിവസം രാവിലെ ഇഡ്ഡലി കഴിക്കുമ്പോൾ ചട്നി ഉണ്ടോ എന്ന് ചോദിക്കാണ്ടിരിക്കുമോ? ചോദിക്കില്ലേ? ഇത്രയൊക്കെ ഉള്ളൂ പറഞ്ഞു. അതൊക്കെ ചുമ്മാ പറയും. പോയവർ പോയി. ജീവിക്കുമ്പോൾ നമ്മൾ how many people we make happy, how many relationships we have, how many of us are close to that, that's more important. പിന്നെ അടുത്ത ടേക്ക് കഴിഞ്ഞ ഒന്നുമില്ലേ? പറയേ. ആദ്യം ബോധം ഉണ്ടാവണം. അതേ ഇല്ല പലർക്കും. പിന്നെ ലക്ഷ്യം ഉണ്ടാവും. ആണ് നേരത്തെ പറഞ്ഞത് ഗോൾ. അത് ലക്ഷ്യബോധമൊക്കെ മാറിക്കൊണ്ടേയിരിക്കണം. അറിവ് കൂടുമ്പോൾ നമ്മുടെ ലക്ഷ്യം മാറും. ബോധം എന്ന് പറയുന്നത് നമുക്ക് എത്ര അറിവുണ്ടെന്നുള്ളതാണ്. ആണോ അല്ലേ? നമുക്ക് കുറേ കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മുടെ ലക്ഷ്യം മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് നമ്മുടെ ലക്ഷ്യം മാറും. മനസ്സിലാവേണ്ടത്? സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് ലക്ഷ്യം മാറും. എപ്പോഴെങ്കിലും വലിയ നേതാക്കന്മാരുടെ, കേരളത്തിലല്ല, കേരളത്തിന് വെളിയിൽ പോകണം, വലിയ നേതാക്കന്മാരുടെ വീട്ടിൽ പോകണം. ഓക്കെ, അവരെന്താ വെക്കാറ്? അവരുടെ പടം വലുതായിട്ട് ഫ്രെയിം ചെയ്തു. നമ്മളൊക്കെ ഏതെങ്കിലും അവാർഡ് കിട്ടുമ്പോൾ ആ പടം വലുതായിട്ട് വെക്കില്ലേ? എന്തിനാ വെക്കണേ? അത് കാണുമ്പോൾ ഓ ഇങ്ങനെയൊക്കെ. അപ്പം പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറും. പണ്ടൊരു കവിതയില്ലേ, 10 കിട്ടുകിൽ 100 മതി എന്നും. ഉറക്കെ ബാക്കി പിള്ളേരത് കേട്ടിട്ടുണ്ടാവില്ല. കേട്ടോ? എന്നും 1000 പണം കയ്യിലുണ്ടാവുമ്പോൾ ഇങ്ങനെ കരയേറുന്ന ആശയാവുന്ന പാശമതിങ്കെന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ പണ്ട് ഓർക്കുട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. ആ ഓർക്കുട്ടിലുള്ള എൻ്റെ ഇതേപോലെ സത്സംഗങ്ങൾ പണ്ട് കുറേ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല. ഇന്ന് തന്നെയായിരുന്നു താല്പര്യം. ആ സത്സംഗം കഴിയുമ്പോൾ ഓർക്കുട്ടിൽ കുറേ പേര് മെസ്സേജ് ആയിരുന്നു. അങ്ങനെ ഓർക്കുട്ടിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ് ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്നെൻ്റെ ബുക്ക്. അത്തരം ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ അന്ന് റെക്കോർഡ് ചെയ്തത് അതുപോലെ ടൈപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ബുക്കാണ്. പിന്നെ ഓർക്കുട്ടിലിടും. ഓർക്കുട്ടിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരും, അതിൻ്റെ ഉത്തരങ്ങൾ വരും. അത് മണ്ടത്തരങ്ങളൊക്കെ വിടും. ചിലതൊക്കെ സോർട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയ ബുക്കാണ്. ആദ്യമായിട്ട് ഓർക്കുട്ടിൽ ബുക്ക് ഉണ്ടാക്കിയത് ഞാൻ. ആദ്യമല്ല അവസാനം ഒരാളുടെ. അതിൽ ഓർക്കുട്ട് ഹീറോസ് എന്ന് പറഞ്ഞിട്ട് അന്ന് ഓർക്കുട്ട് ഉപയോഗിക്കുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും മഹാന്മാരാരാണെന്ന് പറഞ്ഞ് കുറേ പേരെ സെലക്ട് ചെയ്തിട്ട് അവർ ഇൻ്റർവ്യൂ ചെയ്തു. അതിലൊരു ഓർക്കുട്ട് ഹീറോ ഞാനാണ്. ഓക്കെ. അതിൽ ജാസോ എന്ന് പറഞ്ഞ ഒരാളാണ്. അത് ഉദയ്പൂരിൽ നിന്ന് കണ്ടാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ എന്നോട് ചോദിച്ച കുറേ ചോദ്യങ്ങൾ ആ ബുക്കിൻ്റെ ഭാഗമായിട്ട് ഇട്ടിട്ടുണ്ട്.
എന്നോട് ചോദിച്ചത് ആരാണ് റോൾ മോഡൽ എന്നാണ്. അപ്പം ഞാൻ ന്യൂട്ടനെ പറ്റി വായിക്കുമ്പോൾ ന്യൂട്ടൺ ആണ് എൻ്റെ റോൾ മോഡൽ. ഫിസിക്സ് ആണ് എൻ്റെ വിഷയം, ന്യൂട്ടൺ വലിയ ആളാണ്. പക്ഷേ അത് വെച്ചിട്ട് ഭഗവത്ഗീത വായിക്കാൻ പറ്റും. അപ്പോൾ ഭഗവത്ഗീത വായിക്കുമ്പോൾ ആരാ എൻ്റെ റോൾ മോഡൽ? കൃഷ്ണനാണ്. അല്ല, അർജുൻ. കാരണം ഭഗവത്ഗീത ഉണ്ടാക്കിയത് കൃഷ്ണനല്ല, അർജുനാണ്. എന്താ കാരണം? അർജുനൻ ചോദിച്ചില്ലെങ്കിൽ കൃഷ്ണ ഉത്തരം പറയാൻ പറ്റുമോ? അപ്പോൾ ആരാ ഭഗവത്ഗീത ഉണ്ടാക്കിയത്? അർജുനാണ്. അപ്പോൾ അർജുനാണ് എൻ്റെ ഹീറോ. എവിടെ അർജുൻ? അർജുനാണ് എൻ്റെ ഹീറോ. ഓക്കെ. ചിലപ്പോൾ അർജുൻ ചോദിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? കൃഷ്ണനാണ് എൻ്റെ ഹീറോ. അപ്പോൾ നമ്മൾ ഓരോ സമയത്തും നമ്മുടെ റോൾ മോഡൽസ് മാറിക്കൊണ്ടേയിരിക്കും. ആ കഴിവാണ് നമുക്കുണ്ടാവുക. കീപ് ഷിഫ്റ്റിംഗ്. അതുകൊണ്ട് ഇതാണെൻ്റെ എയിം, ഇതാണെൻ്റെ ലക്ഷ്യം, ഇതാണെൻ്റെ വഴി, ഒന്നും കുഴപ്പമില്ല, അതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. ഇൻട്രസ്റ്റും മാറിക്കൊണ്ടേയിരിക്കും. എനിക്ക് ഇതേ പറ്റുള്ളൂ, ഇതേ വേണ്ടൂ എന്ന് പറയുന്നത് മഹാമണ്ഡത്തരാണ്. എല്ലായിടത്തും അങ്ങനെ ആവാൻ പറ്റില്ല. വളരെ റിച്ചായിട്ട്, വളരെ ഹൈ സ്റ്റാറ്റസിലായിട്ട് ഒന്നുമില്ലാതെ മാറിയ എത്രയോ പേര് എനിക്കറിയാം. ഓട്ടെ, ഏത് നിലയിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ കുറേ റിച്ചായിട്ടുള്ള ആൾക്കാർ, ഞാനൊക്കെ പോകുന്ന കാലത്ത് 2004 ഞാൻ കൈലാസത്ത് പോയത്. ഒരു ടോയ്ലറ്റ് ഉണ്ടാവില്ല, ബാത്റൂംസ് ഇല്ല, കുളിയില്ല. ഒക്കെ പണ്ട് കാലത്ത് എങ്ങനെയാണോ കാട്ടിൽ മനുഷ്യന്മാർ ജീവിച്ചു അതുപോലെ ജീവിക്കണം. കാടുമില്ല അവിടെ, എല്ലാം തുറന്ന സ്ഥലം, ഒരു പുൽക്കൊടി പോലും ഉണ്ടാവില്ല. ടെൻ്റൊക്കെ ഇട്ടിട്ട് രാവിലെ നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് മുല്ലപ്പൂട്ട പോലെ തോന്നും, കംപ്ലീറ്റ് മഞ്ഞ. മനസ്സിലായി? കുളി എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്ന ലോകയല്ല, എൻറ്റയർലി ഡിഫറൻറ്റ്. ഇന്നൊക്കെ കുറേയൊക്കെ ഫെസിലിറ്റീസൊക്കെ വന്നു, ഒന്നും ഇല്ലാത്ത കാലത്തൊക്കെ. അപ്പം നമ്മൾ വളരെ ലാവിഷായിട്ട് ജീവിക്കുന്ന ഒരാൾ എന്തിനാണ് അവിടെ പോണേ? ഇങ്ങനെയും ജീവിതമുണ്ടെന്ന് നമ്മൾ അറിയണം. എല്ലാം ഉണ്ടായാലും ഒന്നുമില്ലെങ്കിലും ഇത് രണ്ടും ഇല്ലാത്തൊരു വർഗ്ഗമുണ്ടെന്ന് വിഷ്ണുനാരായണ നമ്പൂതിരി എഴുതിയിട്ടുണ്ട്. മാർക്സിസം പറയുന്നത് ഉള്ളവരും ഇല്ലാത്തവരുമാണ്. അപ്പോൾ വിഷ്ണുനാരായണ നമ്പൂതിരി സാറ് പറഞ്ഞത് ഉണ്ടായിട്ട് വേണ്ടാത്തവർ എന്നുള്ളൊരു ഗ്രൂപ്പ് കൂടി ഉണ്ടെന്നാണ്. എന്താണ്? ഉണ്ടായിട്ട് വേണ്ടാത്തവർ. അങ്ങനെയായിരുന്നു ശങ്കരൻ വീട് വിട്ടു പോയി, മഹാത്മാഗാന്ധി, നമ്മളിന്ന് ഓർക്കുന്ന എല്ലാവരും ഉണ്ടായിട്ടുള്ളവരല്ല, ഇല്ലാത്തവരുമല്ല. അങ്ങനെയുള്ളവരാ. ശ്രീബുദ്ധൻ ഉണ്ടായിട്ട് വേണ്ടാത്തവരാണ്. ആ അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അപ്പോഴാണ് ജീവിതം. അതാണ് ജീവിതം എന്നാണ് പഠിപ്പിക്കുക. ഇപ്പോൾ ലക്ഷ്യവും ഇങ്ങനെ അങ്ങോട്ട് പോവാം. ഇങ്ങനെ പോകണം, ഇങ്ങനെ ഏതുപോലെ? ഫ്ലോ ലൈക്ക് എ റിവർ, ഗ്രോ ലൈക്ക് എ ട്രീ എന്നാണ് എൻ്റെ ബുക്കിൻ്റെ ബാക്കിൽ എഴുതിയ ഫിലോസഫി. ഫ്ലോ ലൈക്ക് എ റിവർ, ഗ്രോ ലൈക്ക് എ ട്രീ. വളരെ റിജിഡായാൽ കാറ്റ് വന്ന് പൊട്ടിയെ പിന്നെ വളരാൻ പറ്റും. ഫ്ലെക്സിബിൾ ആണെങ്കിലോ പിറ്റേ ദിവസം രാവിലെ പിന്നെ എഴുന്നേറ്റ് നിൽക്കും. ഒഴുകുന്ന വെള്ളം തടഞ്ഞു നിർത്തിയാൽ താഴത്തും സൈഡിലും ഇടയിലൊക്കെ പോകാൻ ശ്രമിക്കും. പറ്റില്ലെങ്കിലോ അത് ഫില്ല് ചെയ്തിട്ട് നിറയുമ്പോൾ ഓവർഫ്ലോ ചെയ്യും. ഓവർഫ്ലോ ആണ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ആരെങ്കിലും തടഞ്ഞു നിർത്തിയിട്ട് നമുക്കൊന്നും പറ്റാത്തൊരവസ്ഥയിൽ നിന്നും ഒഴുകുമ്പോൾ ഉണ്ടാകുന്നൊരു ഭംഗി, ഒരു സുഖം, അതാണ് ജീവിതം. അപ്പോൾ ആരെങ്കിലും തടഞ്ഞു നിർത്തുമ്പോൾ കുഴപ്പമില്ല, ഞാൻ ഫില്ല് ചെയ്യും. ഒരു ദിവസം വരും ഞാനിത് മറികടക്കുന്നതൊരു തോന്നലുണ്ടെങ്കിൽ വിവിലെ വരുമൊരു ദിനമന്നൻ ഇടക്കെ നാവനങ്ങിയാൽ ആള് ശ്രദ്ധിക്കും ദിനം. ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പാടി നടന്നുള്ള കവിത. ഒരു ദിനമെന്നൻ നാവനങ്ങിയാൽ ആള് ശ്രദ്ധിക്കും ദിനം. പിന്നെ സത്സംഗ് എന്താ അർത്ഥം? വി ഹാവ് ടു ബി ഇൻ സത്സംഗ്. സത്സംഗ്, സത്ത് എന്ന് പറഞ്ഞാൽ കുറേ അർത്ഥമുണ്ട്. നന്മ എന്നർത്ഥമുണ്ട്. സത്ത് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി എന്നർത്ഥമുണ്ട്. ക്ലോസ് ഔട്ട്, അപ്പോഴാണ് ഡെൻസിറ്റി. പിന്നെ പറയാം അടുത്തത് എന്താ എഴുതിയ പറയും.
വേറെ പുതിയത്. ബി ഇൻസ്പെക്ടഡ്. എന്താ അതിനർത്ഥം? നിന്നെ ഇൻസ്പെക്ട് ചെയ്യണം എന്നാണോ പറയുന്നത്? ആ, എന്താ പറ, എന്താ ഉദ്ദേശിച്ചത്? മലയാളത്തിൽ പറ എന്തെങ്കിലും. ഇയാളെന്താ എഴുതി? ഓ, ഇൻസ്പയർഡ്. പിന്നെ ഇയാൾ എഴുതിയതോ? ഷെയർ ഇറ്റ്. ആചാര്യാത് പാദമാദത്തെ പദം ശിഷ്യസ്വമേധയ പാദം സ ബ്രഹ്മചാരിഭ്യ പാദം കാലക്രമേണ ചാർന്ന്. ആചാര്യാത് പാദമാദത്തെ, ആരെങ്കിലും പഠിപ്പിക്കുമ്പോൾ 1/3 ഭാഗമേ കിട്ടുള്ളൂ. പാദം ശിഷ്യസ്വമേധയ, നമ്മൾ സ്വന്തം ഉണ്ടാക്കേണ്ടതാണ് 1/5 ഭാഗം, 1/4 ഭാഗം. പാദം എന്ന് പറഞ്ഞാൽ 1/4. പാദം സ ബ്രഹ്മചാരിഭ്യ, ബാക്കിയുള്ളവരൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് 1/4 ഭാഗം കിട്ടും. പാദം കാലക്രമേണ വെച്ചാൽ എവിടെയും കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? ഇല്ല. 3 Idiots എന്ന മൂവി കണ്ടിട്ടുണ്ടോ? കണ്ടില്ല? അതിനകത്ത് ഈ പാട്ട്, ഈ കവിത സ്റ്റേജിൽ കിട്ടും. 1/4 നമുക്ക് എപ്പോഴാണ് കിട്ടുക? സ്വന്തം പഠിക്കും. 1/4 എപ്പോഴാണ് കിട്ടുക? ഷെയർ ചെയ്യും. പിന്നെ ഇയാൾ ചോദിക്കുക എന്തെങ്കിലും. ഇതിൻ്റെയൊക്കെ കാരണം ഈ ഒറ്റൊരു ആളാണ്. ഇപ്പം നിങ്ങളൊക്കെ സഫർ ചെയ്യണമെങ്കിൽ അയാളാണ് കാരണക്കാരൻ. Tell me. Passion should be your drive. Always ready to accept your passion and always work. പാഷൻ ഫുൾ ടൈം ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി പാഷനാണെന്ന് പറഞ്ഞു, Anytime you can change your passion and new things. പക്ഷെ പാഷൻ വളരെ കെയർഫുൾ ആവും. പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ള വാക്കാണ് ഈ പാഷൻ. അപ്പം നമുക്ക് ഇന്ന വിഷയമാണ് ഇഷ്ടം എന്ന് നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടറാവും. ഉടനെ ഞാൻ ചോദിക്കാൻ, അറിയപ്പെടുന്ന ഒരു 5 നല്ല ഡോക്ടർമാരുടെ പേര് പറയാൻ പറ്റും. നിങ്ങൾ സിനിമാക്കാരനാവാനാണ് ഇഷ്ടം, നമ്മളെന്താ ചോദിക്കുക? സിനിമയിലുള്ള 5 ആളുടെ പേര് പറയാൻ പറ്റും. പറയുമല്ലോ. എനിക്ക് ഫിസിക്സാണ് ഇഷ്ടം, ഫിസിക്സിലുള്ള 5 ആളുടെ പേര് പറ. എനിക്ക് ബിസിനസ്സാണ് ഇഷ്ടം, 5 ആളുടെ പേര് പറ. അപ്പോൾ നമ്മൾ പാഷനേറ്റ് ആയാൽ ഈ ലോകത്ത് ആ ഫീൽഡിലുള്ള കുറച്ച് പേരെങ്കിലും അറിയാം. മ്യൂസിക് ഈസ് മൈ പാഷൻ. വെറുതെ മ്യൂസിക് ഇഷ്ടമായിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ രവീന്ദ്രൻ എഴുതിയ പാട്ടുകൾ ഏതൊക്കെ രാഗത്തിൽ? അതൊന്നും എനിക്കറിയില്ല, എനിക്ക് മ്യൂസിക്കാണ് ഇഷ്ടം. ദാറ്റ്സ് നോട്ട് ട്രൂ. മനസ്സിലായി? എനിക്ക് ഗാർഡനിങ് ഇഷ്ടമാണ്. ശരി, ഞാൻ എനിക്ക് ഗാർഡനിങ്ങിനെ കുറിച്ച് 4 ചോദ്യം ചോദിച്ച് ഉത്തരം പറയാൻ പറ്റണം. പഠനവും കൂടി വേണം. അതല്ലെങ്കിൽ വെറുതെ എൻജോയ്മെൻ്റാണ്. ഇത് ഹോബിയല്ല, പാഷനല്ല. പാഷൻ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് കുറച്ചും കൂടി അറിവും പഠിപ്പൊക്കെ ഉണ്ടാകുമ്പോഴാണ് അത് പ്രൊഫഷണലാവും. പിന്നെ come on fast. Don't give fish. Learn the fish. Yeah, don't give fish. Don't give fish, teach fish. പിന്നെ come on fast. അതിൽ ലേണിംഗ് ഒന്നുമില്ല, മതി എൻജോയ് ചെയ്യണം. ഡു വാട്ട് യു വാണ്ട് ടു ഡു, ഡു വാട്ട് യു ലൈക്ക് ടു. പിന്നെ come on fast. ഇത് എഡിറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാവും എനിക്ക്. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താലേ ഞാൻ ഈ ഗ്യാപ്പുകളൊക്കെ ഞാൻ കട്ട് ചെയ്യും. അല്ല, when you start learning you will when you start learning you will start ഏണി. 12ാം ക്ലാസ് കഴിഞ്ഞാൽ അമേരിക്കയിൽ വീട്ടിൽ നിന്ന് സെൻഡ് ഓഫ് കൊടുക്കും. യു നോ ദിസ്? ഞാനൊക്കെ അറ്റൻഡ് ചെയ്തു. വൺ ഓഫ് ദ റിച്ചസ്റ്റ് വലിയ കമ്പനികളുടെ വൈസ് പ്രസിഡൻ്റൊക്കെ ആയിട്ടുള്ള ഒറ്റ മകളേ ഉള്ളൂ. ഹസ്ബൻഡും വൈഫും വലിയ റിച്ചും നല്ല ജോലിയുള്ളവരാണ്. എൻ്റെ ഭഗവത്ഗീത ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്. ഇപ്പോൾ ഒരു ദിവസം എനിക്ക് ഇൻവൈറ്റ് ചെയ്തു, വി ഹാവ് എ പാർട്ടി, യു ഷുഡ് കം. എന്താ കാര്യം? മകൾ 12 പാസ്സായി, എന്ത് ചെയ്യണം? സെൻഡ് ഓഫ്. പിന്നെ വീട്ടിൽ കയറണമെങ്കിൽ പെർമിഷൻ ചെയ്തു. തമിഴ്നാട്ടുകാർ, അമേരിക്കക്കാരല്ല. അവിടെ ജീവിച്ചിട്ട് അവിടുത്തെ കൾച്ചർ ആയാൽ എന്ത് ചെയ്യും?
മക്കളെ 12ാം ക്ലാസ് കഴിഞ്ഞാൽ ഗെറ്റ് ഔട്ട്. ആണായാലും പെണ്ണായാലും അവരവരുടെ വഴിക്ക് പോവുക, അവർ കാശുണ്ടാക്കുക, പഠിക്കുക, ജോലി ചെയ്യുക, ഏൺ ആൻഡ് ലേൺ. പിന്നെ വീട്ടിൽ സൺഡേയോ സാറ്റർഡേ ഒക്കെ വരണമെങ്കിൽ അമ്മയോട് ചോദിക്കണം വന്നോട്ടെ, അച്ഛനോട് ചോദിക്കണം വന്നോട്ടെ. നോ, വി ആർ ബിസി, വി കോണ്ട് എൻ്റർടൈൻ യു ടുഡേ, ഗോ ഗോ. നല്ല ഫ്രീഡുള്ള സ്ഥലമാണ്. ഹസ്ബൻഡും വൈഫും വരുന്നത് 2 കാറിലെ ഒരേ വീട്ടിൽ നിന്നാണ് വരുന്നത്. കാരണം ഹസ്ബൻഡ് അത് കഴിഞ്ഞ് 2 മിനിറ്റ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ അല്ലേ, നിങ്ങൾ എൻ്റെ കൂടെ വന്നല്ലേ, അപ്പോൾ ഞങ്ങൾ കൂടെ ഫ്രീ. എനിക്ക് എൻ്റെ പണി കഴിഞ്ഞ് ഞാൻ പോകും, നിങ്ങൾ നിങ്ങളുടെ പണി കഴിഞ്ഞ് പോകും. അത്രയും ഫ്രീഡം. സമയം നോക്കി 10 മണിക്ക് കൃത്യം സ്റ്റാർട്ട്